ശുശ്രൂഷകളിലൊക്കെയും വരുവനായ കർത്താവ് സഹായിച്ചു. ഇനി കർത്താവെ വാക്കുകളായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരുവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഭൃത്യന്മാരെ കർത്താവ് ബലപ്പെടുത്തണം. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രത്യാശയുടെ ഗാനം ഇപ്പോൾ ആലപിക്കും. ജനുവരി മാസം 29 കേരള സംസ്ഥാനത്ത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ തലവടി പഞ്ചായത്തിൽ തോപ്പിൽ ഭവനത്തിൽ മത്തായി മാമൻ അച്ചാമ്മ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമത്തെ മകളായി തങ്കമ്മ ജനിച്ചു. തന്റെ സ്കൂൾ വിദ്യാഭ്യാസാനന്തരം ദൈവം തനിക്ക് കൊടുത്ത ആത്മീക ദർശന പ്രകാരം മാതാവിന്റെ വാക്കിൽ നിന്നും കേട്ടിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയാണ്: അല്ലയോ കുമാരി, നോക്കുക, കേൾക്കുക, ചെവിച്ചായിക്ക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക എന്നുള്ള കർത്താവിന്റെ വ്യക്തമായ ശബ്ദം കേട്ടതനുസരിച്ച് 1958-60 കാലയളവിൽ ദൈവസഭയുടെ വേദവിദ്യാലയമായിരിക്കുന്ന മുളക്കര മൗണ്ട് സിയോൻ ബൈബിൾ കോളേജിൽ ഒരു വിദ്യാർത്ഥിയായി ചെന്നു. അവിടെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തനിക്ക് ഒരു വിവാഹാലോചന വരികയും
അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരായിരിക്കുന്ന പാസ്റ്റർ ടി.എം. വർഗീസ്, പാസ്റ്റർ എസ്. തോമസ് ഉൾപ്പെടെയുള്ള അഭിഷക്തന്മാരുടെ തീരുമാനവും അവരുടെ പ്രാർത്ഥനയും ഫലമായി 1961 മാർച്ച് മാസം 2-ാം തീയതി തിരുവല്ല കാരയ്ക്കൽ മേമടത്തിൽ സക്കറിയ ഫിലിപ്പ് എന്ന സഹോദരനുമായി തന്റെ വിവാഹം നടന്നു. കഴിഞ്ഞ 64 വർഷത്തെ തന്റെ കുടുംബജീവിതത്തിൽ 4 ആൺതലമുറകളെ ദൈവം ദാനമായി നൽകി. 1961 മാർച്ച് മാസം 2-ാം തീയതി ഇന്ന് നിത്യയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ C.C. അബ്രഹാം അവറുകളാണ് ഈ പ്രിയപ്പെട്ട വിവാഹം നടത്തിയത്. ദൈവസഭയുടെ ആദ്യ ഫീൽഡ് ഡയറക്ടറായിരുന്ന പാസ്റ്റർ T.M. വർഗീസ് കർത്തദാസൻ അതിന് സാക്ഷിയായിരുന്നു. വിവാഹാനന്തരം മദ്രാസിലേക്ക് കടന്നു വന്ന് പ്രാരംഭകാലം പുരുഷപക്കം ചച്ചുകോട് സഭയിൽ കുഞ്ഞുങ്ങളുമായി ചേർന്ന് കുടുംബമായി ദൈവത്തെ ആരാധിച്ചു. സെക്ഷൻ ചില വർഷങ്ങളായി ICF സഭയുടെ അംഗങ്ങളായി ആ കുടുംബം ദൈവത്തെ ആരാധിച്ചു വരുന്നു. ആത്മീക വിഷയത്തിലും മാതൃകാപരമായ വിഷയത്തിലും വളരെ കർക്കശക്കാരിയായിരുന്ന പ്രിയ മാതാവ് തനിക്ക് ലഭിച്ച കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തുവാൻ തന്നാൽ ആവോളം ശ്രമിച്ചു. അതിന്റെ ഫലമാണ് അനേകം മാതാക്കൾക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യം തനിക്ക് ലഭിച്ചത്. അവസാന കാലയളവിൽ കുഞ്ഞുങ്ങളുടെ പരിപാലനം, പരിചരണം അനുഭവിച്ച് തന്റെ കണ്ണടയ്ക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. തന്റെ കുടുംബജീവിതത്തിൽ 4 ആൺമക്കളെ ദൈവം ദാനമായി നൽകി. അവർ കുടുംബസ്ഥരായി പല സ്ഥലങ്ങളിലായിരിക്കുന്നു. മൂത്ത മകൻ ഫിലിപ്പ് സക്കറിയ, സഹധർമ്മിണി സൂസമ്മ ഫിലിപ്പ് നിത്യയിൽ വിശ്രമിക്കുന്നു. അവർക്ക് 2 ആൺമക്കളെ ദൈവം ദാനമായി നൽകി. പ്രിൻസിന്റെ വൈഫ് റോഷ്നി ദാനമായി കൊടുത്ത പൈതൽ ജോനഥാൻ, പ്രിൻസിന്റെ ബ്രദർ ബെഞ്ചമിൻ ജേക്കബ്, അലക്സ് സക്കറിയ അനു മഞ്ജു അലക്സാണ്ടർ. അവർക്ക് ദൈവം ദാനമായി കൊടുത്ത പൈതൽ ഷിബു സക്കറിയ, തന്റെ സഹധർമ്മിണി മെർലിൻ ഷിബു. അടുത്തത് ശാമുവേൽ നിത്യയിൽ വിശ്രമിക്കുന്നു. സഹധർമ്മിണി ജെസ്സി ശാമുവേൽ 2 കുഞ്ഞുങ്ങളെ ദാനമായി നൽകിയിട്ടുണ്ട്. ജോയൽ സക്കറിയ ആൻഡ് ബെയൂല ശാമുവേൽ. ഇളയ മകൻ വിക്ടർ സക്കറിയ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി മിനി വിക്ടർ. അവർക്ക് ദൈവം ദാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങൾ ഷൈനി ഹെപ്സിബ ആൻഡ് ജെയിംസ് സക്കറിയ. മക്കളെയും മരുമക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയും 4-ാം തലമുറ വരെ കാണുവാൻ 88 വർഷം ഈ ഭൂമിയിൽ ദൈവം ദാനമായി കൊടുത്ത പ്രിയ മാതാവിന് ഇടയായി. ഞാൻ പറയുന്നു, 70 ഏറെയായാൽ 80 അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. 8 വർഷം കൂടെ ദൈവം ഗ്രേസ് പീരീഡായി നൽകി. അല്പമായ പ്രയാസത്തിലും വേദനയിലും വെട്ടിടൻ അനുഭവങ്ങളിലൊക്കെ കടന്നു പോകേണ്ടി വന്നെങ്കിലും പ്രത്യാശയോട് യാത്രയാകുവാൻ ദൈവം കൃപ കൊടുത്തു. ഞാൻ പകൽ പറഞ്ഞതുപോലെ ഇന്ന് പല മാതാപിതാക്കളെയും കുഞ്ഞുങ്ങൾ ഓൾഡ് ഏജ് ഹോമുകളിൽ കൊണ്ടാക്കിയിട്ട് ആവശ്യമായ പണം കൊടുത്ത് ഒഴിഞ്ഞു മാറുമ്പോൾ തന്റെ അവസാന ശ്വാസം വരെ മക്കളുടെ പരിപാലനം അറിയുവാൻ, പരിചരണം അനുഭവിച്ചറിയുവാൻ പ്രിയ മാതാവിന് ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ആ ഭവനത്തിൽ ചെന്നു. മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പലവട്ടം എന്റെ കയ്യിൽ തട്ടി പാസ്റ്റർ എന്ന് വിളിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ പിന്നെയും എന്നെ വിളിച്ചു. ഞാൻ നിർത്തിയപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ, എനിക്കിനിയും ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ നിന്നും വന്നു. ഒരു കാര്യം മാതാവിന് ഉറപ്പായിരുന്നു. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഇന്ന് പകൽ ഈ കഴിഞ്ഞ പ്രഭാതത്തിൽ 5 മണിയായപ്പോൾ സിസ്റ്റർ മിനി, എനിക്കെന്തോ ഉള്ളിൽ ഭയം തോന്നി.
പെട്ടെന്ന് താഴേക്ക് ചെന്നപ്പോൾ മാതാവ് ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാ. 5:30 ആയപ്പോൾ ദീർഘനാളായി, വർഷങ്ങളായി താൻ എന്തിനായി കാത്തിരുന്നോ ആ പ്രിയം വെച്ച കർസനിയിലേക്ക് ചേർക്കപ്പെട്ടു. മാതൃകാപരമായ ജീവിതം നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ച ഈ മാതാവിന് ഒരു നല്ല യാത്രയപ്പ് നൽകുവാനാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. രാവിലെ 11 മണി വരെയുള്ള സമയം വിക്ടറിന്റെ ഭവനത്തിൽ വെച്ച് ശുശ്രൂഷ നടന്നു. അതിനുശേഷം അയനാപുരത്തെ ഭവനത്തിൽ വന്നു. ഏകദേശം 2:30 വരെയുള്ള സമയം അവിടെ വെച്ചും ആളുകൾക്ക് കാണുവാനും മറ്റു ശുശ്രൂഷകളൊക്കെ നടക്കുവാൻ ഇടയായി. കർത്താവിന്റെ ദാസന്മാരായിരിക്കുന്ന പാസ്റ്റർ പ്രതാപ് സിംഗ് ഉൾപ്പെടെ, ചച്ചുകോടിന്റെ റീജിയണൽ ഓഫീസർ ആയിരിക്കുന്ന എബനേസർ സെൽവരാജ് ഉൾപ്പെടെ ദൈവദാസന്മാർ അവിടെ കടന്നു വന്ന് ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുവാൻ ഇടയായി. ശേഷം ഇവിടുത്തെ ശുശ്രൂഷ നാം പ്രാർത്ഥിച്ച് ആരംഭിച്ചു. 4 മണിയാകുമ്പോൾ കിൽപ്പ കോർപ്പറേഷൻ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകാനുമാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ദൈവസഭയുടെ തമിഴ്നാട് റീജിയന്റെ മുൻ ഓഫീസർ ആയിരുന്ന വെല്ലസ്ലി സോളമൻ അവറുകൾ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ശുശ്രൂഷ ആ ബഹുമാന കർത്തദാസൻ നിർവഹിക്കും. എന്നാൽ ഈ മാതാവിനുള്ള ബന്ധത്തിൽ സ്നേഹത്തോടെ മാതാവ് സ്നേഹിച്ചവർ, മാതാവിനെ സ്നേഹിച്ചവർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇതേക്കാൾ പ്രിയ കുഞ്ഞുങ്ങൾ ഷിബുവും കുടുംബവും വിവരമറിഞ്ഞ് രാവിലെ യാത്ര തിരിച്ച് ക്ഷേമത്തോടെ എത്തിച്ചേർന്നല്ലോ. കുഞ്ഞുങ്ങളൊക്കെ കടന്നു വരാൻ കഴിയാത്തവർ വേദനയിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുന്നു. അവരെ എല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ ആശ്വാസ വാക്കുകൾക്കൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ ഒരിക്കലും പരിമിതിയില്ലാത്ത വാക്കുകളാൽ സർവശക്തനായ ദൈവം എല്ലാ കുടുംബങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ വെച്ച് ചില പ്രിയപ്പെട്ടവരൊക്കെ പ്രത്യാശാ വാക്കുകൾ, അനുശോചന വാക്കുകൾ അറിയിക്കുവാനുള്ള സമയമാണ്. ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്ക് സമയമുണ്ട്. ശേഷം ദൈവനെ സ്വീകരിച്ച് അനന്തരമായി നാം സെമിത്തേരിയിലേക്ക് കടന്നു പോകും. കർത്താവ് തരുന്ന കൃപയ്ക്ക് അനുസരിച്ച് ആ ശുശ്രൂഷ ചെയ്യുവാൻ ഞാനും കർത്താവിനെ ശരണപ്പെടുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ ഭവനത്തിലെ പ്രിയപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് എല്ലാവരെയും അത്ര പരിചയമില്ലാത്തതിനാൽ നിങ്ങളുടെ പരിചയത്തിൽ കടന്നു വരുന്ന ആർക്കെങ്കിലും അനുശോചന വാക്കുകൾ 1 മിനിറ്റ് കൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി നിങ്ങൾ തന്നെ അറിയിക്കണമെന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഭവനത്തിലെ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇപ്പോൾ കൊയർ ഒരു ഗാനത്തിന്റെ ചില വരികൾ പാടും. അതിനുശേഷമായി നമ്മുടെ ഈ സഭയിലെ മുൻ അംഗവും തുങ്കപ്പാക്കം സഭയുടെ സെക്രട്ടറിയുമായിരിക്കുന്ന പ്രിയ രാജു മണല്ലവറുകൾ കടന്നു വന്നിട്ടുണ്ടല്ലോ. 1 മിനിറ്റ് പ്രിയ രായിച്ചാന നൽകുന്നു. അതിനുമ്പൊക്കെ ഒരു ഗാനം ആലപിച്ചു. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഹേതം രോദനമങ്ങില്ലല്ലോ. നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് സ്നേഹമാം സകൃതാതരുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയെല്ലാം
കൃപയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ശോഭയേറോമോർ നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താ. താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ഭംഗിയേറിയ ആ തീരത്ത്. ഇവിടെ ഒരു വേദഭാഗം വായിക്കുന്നു. 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെ ഭൂമിയുടെ നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യരെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്തു തന്നെ ഞങ്ങൾ അതിനെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. ഈ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ആമേൻ. തുടർന്ന് അനുശോചന വാക്കുകൾ അറിയിക്കുവാനുള്ള സമയമാണ്. വളരെ പ്രാർത്ഥനയോട്, നിറഞ്ഞ പ്രത്യാശയോട്. മാനുഷികമായി നമുക്ക് ദുഃഖമുണ്ട്. വേർപാട് ദുഃഖമുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ദുഃഖിക്കുന്നവർ അവർക്ക് അതിന്റെ സീരിയസ്നെസ് അറിയത്തുള്ളൂ. എന്നാൽ നമ്മുടെ പല ശുശ്രൂഷകളിലും നമ്മെ അലമുറയിട്ട് കരയാത്തതിന്റെ കാരണം നിറഞ്ഞ പ്രത്യാശയാണ്, വചനത്തിന്റെ ബലമാണ്. ആ പ്രത്യാശയോട് നമുക്കിവിടെ ആയിരിക്കാം. പ്രാരംഭത്തിൽ പ്രിയ രാജു മല്ലചാനെ ഞാൻ മുമ്പോട്ട് ക്ഷണിക്കും.
അറിയിക്കുവാനും സാവാസികൾ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ പ്രിയമാതാവിനെ പരിചയപ്പെടുവാനും പലപ്പോഴും അടുപ്പാനത്തിൽ കടന്നു പോകുവാനും ഇവിടെ ആശ്വാസ വചനങ്ങളും ഇവിടെ ദൈവജനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ഞങ്ങളെ സഹായിക്കുകയും തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമാതാവിൻ്റെ അവസാന സമയങ്ങളിൽ ദൈവം അത്ഭുതമായി നടത്തി. പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരോഗ്യത്തോടെ ബലത്തോടെത്തോളം ദൈവം നടത്തി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങൾക്കും കൊച്ചുമക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും വളരെ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നല്ലോ. കർത്താവിലവരും ആശ്വസിപ്പിക്കുകയും ദൈവത്തിൻ്റെ ആശ്വാസത്താലും അവിടെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഇവിടെ കടന്നു വന്ന് ഇങ്ങനെ ഈശ്വരനെ അറിയിപ്പാണ്ട് കൊണ്ടും ദൈവം സഹായിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും നുങ്കമ്പാക്കം ദൈവസഭയുടെയും നാമത്തിലുള്ള എല്ലാ അനുശോചനങ്ങളും പ്രത്യാശയും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ കർത്താവ് ബലപ്പെടുത്തുകയും ദൈവത്തിൻ്റെ ആശ്വാസത്താൽ അവിടെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദിവസമായിരിക്കുന്നു. സമയമൊരുക്കിയ കർത്തദാസനും സഭയ്ക്കും ഉള്ള നന്ദി അറിയിച്ചു ദൈവം നാമത്തിലുള്ളൂ. പല പ്രിയപ്പെട്ടവരും യാത്രയിലായിരിക്കുന്നതേ ഉള്ളൂ. അവർ കടന്നു വരട്ടെ. സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഞാൻ അവസരം കൊടുക്കുവാൻ പറ്റുമെങ്കിൽ ഞാൻ നൽകിക്കൊള്ളാം. കാരണം സമയം വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് 4 മണിക്ക് ഇവിടുന്ന് ഈ മൃതശരീരം സമയത്തിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതുകൊണ്ട് ലഭിക്കുന്ന സമയം തക്കത്തിന് ഉപയോഗിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ ഭവനവുമായി ഈ ഭവനം ഈ സഭയുള്ള ബന്ധത്തിൽ കടന്നു വന്ന നാള് മുതൽ എല്ലാ ദൈവമക്കളുമായും അടുത്തൊരു സ്നേഹബന്ധം പുലർത്താറുണ്ട്. അതുകൊണ്ട് തന്നെ സഭയുടെ പുത്രിയാ സംഘടനകളൊക്കെ നമ്മുടെ പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാമിനെ പ്രതികരിച്ചുകൊണ്ട് 1-2 സഹോദരിമാർക്ക് സമയമുണ്ട്. അത് നിങ്ങൾ ഉചിതമായി ഉപയോഗിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കമ്മിറ്റിയെ പ്രതികരിച്ചുകൊണ്ട് സെക്രട്ടറിയും സമയം വിനിയോഗിക്കും. പ്രായമുള്ള ആദ്യകാല വിശ്വാസികൾ എന്ന നിലയിൽ പ്രിയ ബേബിച്ചാന് അല്പനിമിഷം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ള സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്കും സമയം നൽകേണ്ടത് ആവശ്യമാണ്. യൂത്തിനെ പ്രതികരിച്ചുകൊണ്ട് സാമയ ഭവനത്തിൽ നടന്ന ശുശ്രൂഷയിൽ 2 വാക്ക് സംസാരിക്കുകയുണ്ടായി. അമ്മച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആത്മീയ വിഷയത്തിൽ കർക്കശമായിരുന്നു. കഴിഞ്ഞ ദിവസവും പലരോടും അമ്മച്ചി പറഞ്ഞു, എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ആത്മീയ വിഷയത്തിൽ വളരെ കർക്കശക്കാരിയായ പ്രിയ മാതാവ് ആ നിരയെ കുഞ്ഞുങ്ങളെ വളർത്തി ഭാഗ്യകരമായ പ്രത്യാശയോടെ ജീവിക്കുവാനിടയായി. അതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സഹോദരിമാരുടെ ഭാഗത്ത് എല്ലാം എൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ഓമനമാമയും പൊന്നമാമയുണ്ട്, ലീലമാമയുണ്ട്. നിങ്ങൾക്കൊക്കെ അതിന് സമയമുണ്ട്. അതിനുശേഷം ഞാൻ സഹോദരന്മാർക്ക് സമയം നൽകിക്കൊള്ളാം. Praise the Lord. Praise the Lord. അമ്മച്ചിയായിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അയനാവരത്ത് അല്ലെങ്കിൽ വാട്ടർ ടാങ്കിൻ്റെ അവിടെ വീട് വെച്ച് 69-ലാണ് സോണിമോൻ 6 മാസം ഉള്ളപ്പം വന്നു. ഞങ്ങൾ കുരുവിള പാസ്റ്ററുടെ സഭയിൽ ചെല്ലുമ്പോൾ അമ്മച്ചി അവിടെയുണ്ട്. അമ്മച്ചിയുടെ മൂത്ത മക്കൾ 2 പേരുണ്ട്. 3-ാമത്തെ മോന് 9 months ആണ്. ആ മോൻ ഇന്ന് നിത്യതയിലാണ്. അന്ന് തൊട്ടുള്ള പരിചയമാണ് ഞങ്ങൾക്ക്. കുടുംബമായിട്ട് ദീർഘമേറിയ വർഷങ്ങൾ. രാജു എന്ന് പറഞ്ഞു, രാജു അന്ന് പയ്യനായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു സഭയിലായിരുന്നു അന്ന്. ദീർഘമേറിയ ഈ 55 വർഷത്തോളം ഉള്ള പരിചയം. വെളുപ്പിനെ 4 മണിക്ക് ഈ വീട്ടിലെ അമ്മച്ചിയുടെ വീട്ടിലെ എല്ലാവരും എഴുന്നേക്കും. എനിക്ക് അതിശയമാണ്. എനിക്ക് 4 മണിക്കാണ് ഭയങ്കര ഉറക്കം വരുന്നത്. ആ പാട്ട് പാടി പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി. വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ സമൃദ്ധിയായിട്ട് അമ്മച്ചിയുടെ ഒരു കഴിവ് കൊണ്ട്, ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട്
ആ കുടുംബത്തെ ആ പ്രദേശത്ത് അത്ഭുതകരമായി സൂക്ഷിച്ചു. അവർക്ക് അവിടെ ഒരു സ്വന്തം ഭവനം കൊടുത്തു. ആ ഭവനം ഘട്ടം ഘട്ടമായി ഉയർന്ന് ഇന്നത്തെ രീതിയിലായി തീരുവാൻ, മക്കളൊക്കെയും നല്ല നിലയിലായി തീരുവാൻ ഇതിൻ്റെയൊക്കെയും ക്രെഡിറ്റ് കർത്താവിനെ സേവിച്ചത് മാത്രമാണ്, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ഇപ്പോൾ എൻ്റെ ശാരീരിക പ്രയാസം കൊണ്ട് കഴിഞ്ഞ 4 മാസത്തോളമായി അമ്മച്ചിയെ കണ്ടിട്ട്, എങ്കിലും നിറഞ്ഞ പ്രത്യാശയോടെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് എനിക്ക് അത്യുത്തമം എന്നുള്ള ദൈവവചനം പോലെ 2 Corinthians 5:8 പറയുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അത് ഇംഗ്ലീഷിലാണ്. ഇറ്റ്സ് വെരി ഗുഡ്. വി ആർ കോൺഫിഡൻറ്റ്, ഐ സേ ആൻഡ് വില്ലിംഗ്, rather to be absent from the body and to be present with the Lord. ഇപ്പോൾ അമ്മച്ചിയുടെ ഭൗതിക ശരീരം ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഷീ ഈസ് ആബ്സെൻറ്റ് ഫ്രം ദ ബോഡി, ദ സോൾ, അല്ലെങ്കിൽ അമ്മച്ചി എന്നുള്ള ആ വ്യക്തിത്വം ഈസ് ആബ്സെൻറ്റ് ഫ്രം ദ ബോഡി. ബട്ട് അമ്മച്ചി എന്നുള്ള തങ്കമ്മ സക്കറിയ എന്നുള്ള ആ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഈസ് പ്രസൻറ്റ് വിത്ത് ദ ലോഡ്. ഇതാണ് ദൈവമക്കളെ നമുക്കുള്ള പ്രത്യാശ. ദൈവമായ കർത്താവ് അമ്മച്ചിക്ക് നല്ല ഓട്ടം ഓടി വിശ്വാസം കാത്ത് ജീവകിരീടം പ്രാപിപ്പാൻ ഭാഗ്യം കൊടുത്തു. അമ്മച്ചിയുടെ മക്കള് നന്നായി അമ്മച്ചിയെ നോക്കി. പ്രത്യേകിച്ച് ഷാജിയും മിനിയും അവസാന കാലത്ത് വളരെ, ഈവൻ സജി ഒരിക്കലും മറക്കാൻ പറ്റിയില്ല. രാജ്യം നോക്കിയില്ലെന്നല്ല, ഒന്നുമല്ല, ദൈവം നമ്പുരാൻ്റെ കൃപ കൊണ്ട് നല്ല അത്ഭുതകരമായി, അതിശയകരമായി, സന്തോഷകരമായി അമ്മച്ചിയെ ശുശ്രൂഷിച്ചു. ഒരിക്കൽ അമ്മച്ചി പറഞ്ഞു, മിനിയോട് നിനക്ക് ഒത്തിരി കഷ്ടമാണ്, അമ്മ ഒന്നും വിഷമിക്കണ്ട, ഞാൻ അമ്മയെ എത്ര നാൾ വേണേലും നോക്കിക്കൊള്ളാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ദൈവം തമ്പുരാൻ ഇതിനുള്ള കൃപ കൊടുത്തു. ദൈവത്തിന് നന്ദി പറയുന്നു. നല്ലൊരു അടക്ക ശുശ്രൂഷയും കർത്താവ് ഒരുക്കി തന്നു. എല്ലാ നന്മകൾക്കും കർത്താവിന് നന്ദി പറയുന്നു. അമ്മച്ചിയെ ഞങ്ങൾക്ക് മിസ്സാകുമെങ്കിലും കർത്താവിനോടുകൂടി പ്രസൻ്റ് ആയിരിക്കുന്നതിനാൽ ഐ പ്രേസ് ആൻഡ് താങ്ക് ദ ലോർഡ്. പ്രേസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ദൈവനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിലയേറിയ സമയത്ത് പ്രിയ മാതാവിൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ 2 വാക്ക് പറയാനുള്ള അവസരം കർത്താവ് തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലീലാമ്മ പറഞ്ഞ പോലെ കഴിഞ്ഞ ഏറിയ വർഷക്കാലം പ്രിയ മാതാവിൻ്റെ കുടുംബമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുണ്ട്. ഞങ്ങൾ ഒരേ സ്ട്രീറ്റിൽ അടുത്ത് വർഷങ്ങൾ അവിടെ താമസിച്ചായിരുന്നു. ഞങ്ങളുടെ മക്കളെല്ലാവരും ഒന്നിച്ച് വളർന്നവരൊക്കെയാണ്. പ്രിയ മാതാവിനെ കുറിച്ച് പറയാനുള്ള തീരെ വയ്യാത്ത സമയം വരെയും ആരാധനയ്ക്ക് വരുന്നതിൽ വളരെ താല്പര്യമുള്ളൊരു മകളായിരുന്നു. തന്നെ നടക്കാൻ വയ്യാത്ത സമയത്തും പ്രിയ മിനി പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്ര ശുഷ്കാന്തിയായിരുന്നു ആ മാതാവിന്. ഞങ്ങൾ പലപ്പോഴും അവിടെ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് പറയാറുണ്ട്, എനിക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റിയില്ലല്ലോ, എനിക്ക് സഭായത്തിന് വരാൻ പറ്റിയില്ലല്ലോ, എല്ലാവരും ഉണ്ടായിരുന്നു, ആരൊക്കെ വന്നിരുന്നു എന്നൊക്കെയുള്ള ആ ഒരു ആത്മീയ താല്പര്യം, ശുഷ്കാന്തി ആ മാതാവിനെ കുറിച്ച് കേൾക്കാനിടയായി തീർന്നിട്ടുണ്ട്. മാതാവിന് കൊടുത്ത മക്കളും മരുമക്കളും കൊച്ചുമക്കളെയൊക്കെ കണ്ട് സന്തോഷിപ്പാനും അവരുടെ നന്മ അനുഭവിപ്പാനും ഒക്കെ പ്രിയ മാതാവിന് അവസരം കർത്താവ് കൊടുത്തു. അതിലൊക്കെ ഉപരിയായി ആ മക്കളുടെ പ്രായമായ സമയത്ത്, വയ്യാത്ത സമയത്ത് ശുശ്രൂഷിക്കുന്നത് കാണുവാനിടയായി തീർന്നു. പലപ്പോഴും ഞങ്ങൾ അയനാവരത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ പ്രിയ ഷാജി വളരെ ആ മാതാവിനെ ശുശ്രൂഷിക്കുന്ന കാണുവാനിടയായി തീർന്നു. പെൺപിള്ളേർ ശുശ്രൂഷിക്കുന്നത് പോലെ തന്നെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം ആ മകന് കൊടുത്തു. അതിനേക്കാൾ ഉപരിയായി മിനി അവിടെ ചെല്ലുമ്പോൾ മിനിക്ക് വളരെ, ഇന്ന് രാവിലെ മിനി വളരെ കരയുന്നു കണ്ടു. ഞാൻ പറഞ്ഞു, ഇത്രയും നാൾ ശുശ്രൂഷിച്ചില്ലേ എന്ന് പറയുമ്പോൾ, ഇല്ല ആൻറ്റി, എനിക്കിനി കുറച്ചും കൂടെ അമ്മച്ചിയെ നോക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നതിനിടയായി അത്രമാത്രം ഒരു ത്യാഗമനോഭാവത്തോടെ മക്കളെ നോക്കുവാനുള്ള, മാതാവിനെ നോക്കാനുള്ള കാഴ്ചപ്പാട്, താല്പര്യം, ഉത്സാഹം ആ മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു. ആരും പേര് പറയാത്തത് കൊണ്ട് ആരും ഖേദിക്കരുത്. എല്ലാവരും മരുമക്കൾ, കൊച്ചുമക്കളെല്ലാം ആ മാതാവിനോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്നതിനിടയായി തീർന്നു. മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് നല്ല പ്രത്യാശയോടെ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധി ചേരുവാൻ പ്രിയ മാതാവിന് അവസരം ഒരുക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വേർപാടൊരു ദുഃഖം തന്നെയാണ് എങ്കിലും സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കും. ബന്ധപ്പെട്ട് സഹോദരിമാരുടെ വാക്കുകൾ നാം കേട്ടല്ലോ.
കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സഭയെ പ്രതിനിധിച്ചുകൊണ്ട് ബേബിച്ചാൻ മുമ്പോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ സംസാരിക്കും. ഞാനിരിക്കുന്നു കളിമൺപാത്രത്താൽ സമ്പൂർണ്ണ രൂപമാക്കി തീർക്കണേ. നിൻ കയ്യിൽ ഞാനിരിക്കുന്നു കളിമൺപാത്രം പോൽ നിന്നിഷ്ടത്താൽ സമ്പൂർണ്ണ രൂപമാക്കി തീർക്കണേ. നീ താമസിക്കല്ലേ നിൻ സ്വന്തം വീട്ടിൽ ചേർക്കുവാൻ നീ താമസിക്കല്ലേ നിൻ സ്വന്തം വീട്ടിൽ ചേർക്കുവാൻ നീ താമസിക്കല്ലേ. ദൈവത്തിന് നിന്നോട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്തോഷമുള്ള ദിവസത്തിനായിട്ട് ഞാൻ നന്ദി ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കയറ്റുകയാണ്. കാരണം നിങ്ങൾ ഒരു വിരോധാഭാസം പോലെ തോന്നും ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് സന്തോഷമുള്ള ദിവസമെന്ന്. ദൈവത്തിന് അതിനോട് സ്തോത്രം ചെയ്യുന്നു. ഒരു സന്തോഷമുള്ള ദിനം തന്നെയാണ് ഈ ദിനം. കാരണം പ്രിയ മാതാവ് ദീർഘവർഷക്കാലം നമ്മളോട് പാർത്തു. കർത്താവിൻ്റെ സമയമായപ്പോൾ വേർതിരിക്കപ്പെട്ടു. അതായത് വിസ മെൻഷൻ ചെയ്യാത്ത ഒരു വിസ ആയിരുന്നു, കാലാവധി നിശ്ചയിക്കാത്ത ഒരു വിസ ആയിരുന്നു പ്രിയ മാതാവിനുള്ളത്. പ്രിയ മാതാവ് അതിൻ്റെ വിസ കഴിഞ്ഞ ദിവസം ഈ രാവിലെ സമയം 5 മണിയോടുകൂടെ തീർന്നു. താൻ തൻ്റെ രാജ്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. അത് വളരെ സന്തോഷമുള്ള ദിനമാണ്. പിന്നെ അതുപോലെ ഈ ബോഡി നമ്മളെ വിളിച്ച് നമ്മളെ ഒന്നും പറയുന്നതൊന്നും പ്രിയ മാതാവ് കേൾക്കുന്നില്ല. എന്നാൽ ജീവനോടിരിക്കുന്ന നമ്മൾക്ക് ആ പ്രിയ മാതാവ് നമ്മളോട് സംസാരിച്ച കാര്യം ഞാനൊരു 2-3 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം പറയുവാൻ തക്കൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒന്ന്, ഈ മഞ്ചം വിളിച്ചു പറയുന്നത് ഇന്ന് ഞാൻ നാളെ നീ. നമ്മുടെ നാട്ടിലെല്ലാം ഈ പട്ടിയിൽ എഴുതും, ഇന്ന് ഞാൻ പോകുന്നു നാളെ നീ. അതാണ് നമ്മളോട് പറയുന്ന ഒരു വാക്യം. കർത്താവ് ഇത്രത്തോളം മാതാവ് നമ്മളോട് ജീവിച്ചു. മാതാവ് പറയാണ്, ഞാൻ പോയി കേട്ടോ, നാളെ നിങ്ങൾ എൻ്റെ കൂടെ വരണം. അതാണ് പുള്ളിക്കാരൻ വിളിച്ചു പറയുന്നത്. ഞാൻ മരിച്ചുപോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പ്രിയ ദൈവമക്കളെ, കുടിൽ നിന്ന് കൊട്ടാരത്തിലേക്കുള്ള ഒരു പ്രൊമോഷനാണ് എൻ്റെ ജീവിതം. ഞാൻ ഇതുവരെ കുടിലായിരുന്നു. എന്നാൽ എനിക്ക് വേണ്ടി ഒരു കൊട്ടാരം നിശ്ചയിച്ചിട്ടുണ്ട്. ആ കൊട്ടാരത്തിലേക്ക് ഞാൻ പോകുകയാണ്. നിങ്ങളെയും ആ ഇടത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അതായത് പകൽ വേല കഴിഞ്ഞ് രാത്രിയിൽ വിശ്രമിക്കുന്ന ഒരു മനുഷ്യനെ പോലെ മാത്രം ക്ഷീണിച്ച് വന്ന് വിശ്രമിക്കുന്ന, ഉറങ്ങുന്ന ഒരു ഉറക്കം പോലെ അത്രയും എൻ്റെ മരണം. അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പ്രസവവേദന കഴിഞ്ഞ് ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ അവൾ സന്തോഷവതിയായി തീരുന്നത് പോലെ ഒരു സന്തോഷവതിയായിട്ടാണ് ഞാൻ ഈ ലോകത്ത്. ഇതെല്ലാം നമ്മളോട് പ്രിയ മാതാവ് വിളിച്ചു പറയുന്ന കാര്യം ഞാൻ പറയുകയാണ്. ഇത് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വിഷയമാണ്, നാം ഓർത്തിരിക്കേണ്ട ഒരു വിഷയമാണ്. പ്രിയ മാതാവ് പറയുന്നത്, എൻ്റെ വേല തികച്ചു ഞാൻ പോയി. ആ ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ച് ഒരു വിവാഹം കഴിഞ്ഞൊക്കെ നമ്മൾ രാവിലെ മുതൽ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനുഭവം ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ഏതാണ്ട് 1/2 നൂറ്റാണ്ടായിട്ട് ഞങ്ങൾക്ക് ഈ കുടുംബമായിട്ടുള്ള പരിചയമുണ്ട്. ആയാൽ അത് തൻ്റെ വേല തികച്ചു, ഈ ഭൂമിയോടുള്ള തൻ്റെ വേല തികച്ചു. ഞാൻ ഓട്ടമോടി എൻ്റെ വേല തികച്ചു. ഞാനിപ്പോൾ എൻ്റെ ഭവനത്തിലേക്ക് പോകുകയാണ്. ഒരു പരിണാമദിശയിലുള്ള പുഴു ചിത്രശലഭമായി പിന്നെ പറന്നുയരുന്ന ഒരു നല്ല തുമ്പി പോലെ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പറന്നു പോവുകയാണ്. നിങ്ങളും ആ സ്ഥാനത്തേക്ക് വരുവാൻ നിങ്ങളെ തന്നെ ഒരുങ്ങുകയും എന്നാണ് എൻ്റെ, അതായത് പ്രിയ മാതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ഒരുങ്ങുകയെന്ന് മാത്രം ആ പ്രിയ മാതാവ് നമ്മളെ ഈ മനുഷ്യൻ അതാണ് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് പ്രിയ മാതാവ് എങ്ങനെയാണ് ഈ ഭൂമിയുടെ മുഖത്ത് എത്ര പ്രത്യാശയോടെ ഈ ഭൂമിയുടെ മുഖത്ത് ജീവിച്ചോ അത്ര പ്രത്യാശയോടെ നാമമായിരിക്കാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നല്ല ശുശ്രൂഷ ലഭിച്ച ഒരു മാതാവാണ്. ആർക്കെല്ലാം ഇങ്ങനെ ശുശ്രൂഷ ലഭിക്കുമെന്ന് നമുക്കറിയാൻ പാടില്ല. കാരണം എല്ലാവരും പ്രായമായ മാതാപിതാക്കളെ നോക്കാത്തവർ എത്രയോ പേരുണ്ട്. എന്നാൽ ആർക്കെല്ലാം ഇങ്ങനെ ഒരു ശുശ്രൂഷ ലഭിക്കും നമുക്കെല്ലാം പ്രിയ മാതാവിന് നല്ല ശുശ്രൂഷ ലഭിച്ചു എന്നുള്ളത് നമ്മളെ എല്ലാവരും ഒരുപോലെ കണ്ട് ഉണർന്നതാണ്. പലപ്പോഴും ആരാധനയ്ക്ക് വരുന്ന കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയാണ്. പറഞ്ഞ പോലെ ഞാൻ പലപ്പോഴും ആരാധനയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ പിടിച്ചുകൊണ്ടിരുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു രൂത്ത് നവോമിയെ പിടിച്ചുകൊണ്ട് വരുന്ന പോലെ വയസ്സായ കാലത്ത് വിട്ടുകളയാതെ ഒരു രൂത്തിനെ പോലെ നവോമിയെ പിടിച്ചുകൊണ്ട് വരുന്ന പോലെ കൊണ്ടുവരുന്നല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ അപ്പോൾ ഞാൻ ചുമ്മാ തമസായിട്ട് പറയും. പക്ഷെ വാസ്തവത്തിൽ അത് നല്ല ഒരു കാര്യമായിരുന്നു. അതുപോലെ മക്കളെല്ലാവരും നല്ലപോലെ നോക്കുവാനും കാണുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കി. ഒരു നല്ല മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമുക്കൊരു നല്ല ഒരു അനുഗ്രഹമായി തീരട്ടെ. പിന്നെ ഒന്ന്, നാം മണ്ണിന് മുകളിലായിരിക്കുമ്പോൾ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. മണ്ണ് നമ്മുടെ മുകളിലായിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളായി നമുക്കൊന്നു തന്നെ നമ്മളെ തന്നെ ദൈവസേനയിൽ നമ്മളെ തന്നെ തീരുമാനിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ മണ്ണിന് മുഖത്തായിരിക്കുമ്പോൾ നമുക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. ഈ മാതാവ് ചെയ്ത പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. അയനാവരം പ്രദേശം മുഴുവനും സോളത്തെരുവ് എല്ലാ തെരുവിലും സുവിശേഷം അറിയിച്ച ഒരു മഹൽ വ്യക്തിയാണ്. മക്കളെല്ലാം നല്ലതുപോലെ വളർത്തുവാനും അവരൊരു മാതൃകയായി തീരുവാനും ഒക്കെ നാം ഇടയാക്കിയിട്ടുണ്ട്. ദൈവം ഇത് സ്തോത്രം ചെയ്യുന്നു. ആകയാൽ ഈ മാതാവിനെ പോലെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നെത്തുവാൻ ഇടവരട്ടെ. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ വിളിക്കപ്പെട്ട് തന്നെ വിസ കഴിഞ്ഞു. തന്നെ കർത്താവ് വിളിച്ചു. താൻ കർത്താവിൻ്റെ അടുത്ത് വിശ്രമിക്കുന്നു. ഇനിയിപ്പോൾ സമയങ്ങളില്ല. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമ്മുടെ സഭാ അംഗങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറയുകയാണ്. നന്ദിയോട് സ്തോത്രം. ഞാൻ കൂടുതൽ തന്നെ സഭയോടുള്ള ബന്ധത്തിൽ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളുടെയും വ്യക്തിപരമായിട്ടുള്ള കുടുംബത്തിൻ്റെ ആശ്വാസ വചനങ്ങൾ ഞങ്ങളെ സഭയെ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ മക്കളുടെ എല്ലാവരുടെയും കുടുംബമായിട്ടുള്ള വചനങ്ങൾ ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്ന സമയമില്ല. ഇനിയും നാം ഒന്ന് ചിന്തിക്കണം. കർത്താവ് വരാറായി. നമ്മുടെ ജീവിത ലക്ഷ്യം കർത്താവിൻ്റെ വരവിന് മാത്രമാണ് നോക്കിയിരിക്കുന്നത്. ഈ ലോകത്തിലൊക്കെ മാറിപ്പോകും, ലോകം മാറിപ്പോകും, എല്ലാം മാറിപ്പോകും. എന്നാൽ നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്ത് മുൻപോട്ട് പോകാം. കർത്താവിൻ്റെ വേണ്ടി അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചുള്ളൂ. ഞാൻ നന്ദി അറിയിച്ചില്ല. കാരണം ഈ കുടുംബത്തിൻ്റെ അംഗമായിട്ട് ഏതാണ്ട് 1/2 നൂറ്റാണ്ടായി ഞങ്ങൾ കുടുംബത്തിൽ മെമ്പേഴ്സാണ്. ഇപ്പോഴും സഹകരണങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആകയാൽ നന്ദി എല്ലാവർക്കും ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. സഭയുടെ നാമത്തിൽ എല്ലാവരും അറിയിക്കുന്നു. ദൈവം എൻ്റെ വാക്കുകളെ കിട്ടുന്നു. ബേബിച്ചാൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ഭവനത്തിലെ പ്രിയപ്പെട്ടവർ എന്നോട് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയം അറിയിച്ചിട്ടുണ്ട്. അതിൽ അല്പം പോലും മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. കാരണം രാവിലെ മുതൽ നാം തുടങ്ങിയ ശുശ്രൂഷയാണല്ലോ. കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ ഇടയിലുണ്ട്. മാതാവരം ചച്ചുകൂടെ സവിഷനായിരിക്കുന്ന പാസ്റ്റർ തിരുവിജയരാജ് പാസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. പാസ്റ്റർ കുളത്തൂർ സഭയുടെ പാസ്റ്റർ സ്റ്റീവൻ നമ്മോടൊപ്പം ഉണ്ട്. മാതാവരത്ത് നിന്ന് പാസ്റ്റർ സാംരാജ് ഇവിടെയുണ്ട്. ഈ ദേവദാസന്മാർക്ക് ചില നിമിഷങ്ങൾ നൽകുന്നു. അധികം സമയം മുൻപോട്ട് എടുക്കുവാനില്ല. ദേവദാസന്മാർക്ക് സമയം ഉപയോഗിക്കാൻ അറിയാവുന്നവരായതിനാൽ അവർ കൃത്യമായി ഉചിതമായി സമയം കൈകാര്യം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാരംഭത്തിൽ പാസ്റ്റർ സാംരാജ് കൊണ്ടുവന്ന ചില ആശ്വാസവാക്കുകൾ, ശേഷം പാസ്റ്റർ സ്റ്റീവൻ, അതിനുശേഷം പാസ്റ്റർ തിരുവിജാജ് മാതാപുരം. ஆண்டவருடைய நாமத்திற்கு மகிமை உண்டாகட்டும். இந்த அன்பான தாயாரையும் குடும்பத்தையும் புரசவாக்கம் தலைமை சபையிலே அசோசியேட் பாஸ்டராக நான் இருந்த நாட்களிலிருந்து அவர்களை நன்கு அறிவேன். அன்பான தாயாரை குறித்து அவர்களுடைய சாட்சி எனக்கு மிகுந்த ஒரு பிரயோஜனமாகவும் ஒரு ஆச்சரியமாகவும் காணப்பட்டது.
காரணம் அவர்களுடைய அந்த நல்ல இள வயதிலே ஆண்டவர் இயேசு கிறிஸ்துவை ஏற்றுக்கொண்டு அதன் நிமித்தம் அவர்களுக்கு வந்த கஷ்டங்கள், புறக்கணிக்கப்பட்ட நிலைமைகள், கைவிடப்பட்ட சூழ்நிலைகள் எல்லாவற்றிலும் அவங்க கர்த்தருக்காக நின்றார்கள். ஒருவேளை அந்த சாட்சியை இந்த காலத்தில் அப்படி ஒன்று நடந்திருக்குமானால் கூட ஒரு சகோதரி என்கிற நிலையிலே அவர்கள் நிலை நிற்பது மிகவும் கடினமான காரியம். இப்போ நல்ல படிப்பறிவு இருக்கிறது, பகுத்தறிவுகள் இருக்கிறது. ஆனால் அந்த நாட்களில் அந்த கடினமான சூழ்நிலைகளையும் இயேசுவுக்காக நின்றார்கள். இதுதான் ஒரு பெரிய, எனக்கு ஒரு மிகுந்த சந்தோஷமாக இருந்த ஒரு அனுபவம். அவர்களை நான் நினைக்கிற போதெல்லாம் இதுதான் எனக்கு ஞாபகம் வரும். அதுபோல் அவங்க சென்னைக்கு வந்த பிறகு அவர்களுடைய குடும்ப சூழ்நிலைகளில் பல கஷ்டமான பாதைகளை அவர்கள் கடந்து சென்றார்கள். அவைகள் எல்லாவற்றிலும் கர்த்தர் அவர்களோடு கூட இருந்தார். அவர்களை குறித்து எனக்கு சொல்லுவதற்கு அவர்களுடைய விசுவாசம்தான் மிகவும் மேன்மையான ஒன்றாக இருந்திருக்கின்றது. அப்போஸ்தலனாகிய பவுல் சொன்னார், நல்ல போராட்டத்தை போராடினேன், ஓட்டத்தை முடித்தேன், விசுவாசத்தை காத்துக்கொண்டேன். இதுதான் ஒரு வெற்றியின் அறிக்கை. அன்பான தாயாருக்கு அந்த நல்ல விசுவாச அடிப்படை ஆண்டவர் கொடுத்திருந்தார். பெற்றுக்கொண்ட விசுவாசத்திற்காக கடைசி வரை நின்றார்கள். அன்பான இந்த குடும்பத்தினருக்கும் ஒரு நல்ல விசுவாச அஸ்திபாரம் அவர்களால் வைக்கப்பட்டிருக்கிறது. அதன் மேலே இந்த குடும்பம் கட்டப்பட்டு ஆண்டவருக்காக சாட்சிகளாக அவர்கள் வாழ்ந்து கொண்டிருக்கின்றார்கள். ஆகவே ஆண்டவர் இந்த விசுவாசத்தின் நல்ல அனுபவத்தை அவர்கள் நமக்கு காண்பித்து கொடுத்திருக்கிறார். எபிரேயர் 11வது அதிகாரம் 4வது வசனத்திலே வாசிக்கும் போது, ஆபேல் மரித்தும் இன்னும் பேசுகின்றான். இந்த அன்பான தாயாருடைய அந்த விசுவாசத்தின் நற்சாட்சி இன்றும் பேசி கொண்டிருக்கின்றது. இதை குறித்து சொல்லப்படுகிற காலங்களிலெல்லாம் நிச்சயமாய் அது பேசும். அநேகருக்கு ஆறுதலாயிருக்கும், அநேகருக்கு நல்ல திடனை கொண்டு வரும். ஆகவே இந்த விசுவாச பாதையில நாமும் தளர்ந்து போகாமல் பெற்றுக்கொண்ட விசுவாசத்திற்காக தைரியமாக முன்னேறி சொல்லுவோம். கர்த்தர் நம்ம எல்லாரையும் ஆசீர்வதிப்பாராக. இந்த குடும்பத்தினருக்கு எல்லா புத்திக்கும் மேலான தேவ சமாதானம் கிறிஸ்து இயேசுவுக்குள்ளாக நிறைவாய் கிடைக்கட்டும் என்று கூறி என்னுடைய வார்த்தைகளை முடித்துக் கொள்கிறேன். இந்த மத்தியான வேளையிலே அவனுடைய ஆலயத்தில் நாம் கூடி வந்திருக்கிறோம். கர்த்தருடைய நாமம் மகிமைப்படுவதாக. அருமையான தாயார் அவர்கள் கிட்டத்தட்ட 2002 எனக்கு அருமையான தாயார் அவர்கள் மிகுந்த பார்த்து எங்களுடைய திருச்சபையில் வந்து பார்த்து ஜெபிக்க, விசாரிக்க நல்ல ஒரு அருமையான தாயார். அவர்களை குறித்து ஒரே ஒரு வார்த்தையை நான் சொல்லி முடிக்க வாஞ்சிக்கிறேன். வசனத்தின்படி வாழ்ந்தவர்கள். ஒரு வாழ்க்கை வசனம் தான். வசனத்தின்படி வாழ்ந்து தன் பிள்ளைகளை வசனத்தின்படி வளர்த்து இன்றைக்கு அவருடைய பிள்ளைகளை வசனத்தின்படி சாட்சியை வைத்திருக்கிறார். நல்ல ஒரு அருமையான தாயார். குடிகாரர்களை விசாரிக்க, அன்பு பாராட்ட, நேசிக்க நல்ல ஒரு அருமையான தாயார் இருந்தது. எனக்கு சொல்ல முடியாத ஒரு துக்கம், வேதனை. என்றால் இந்த உலகத்தில் பணம் எவ்வளவுதான் இருந்தாலும், எல்லாம் இருந்தாலும், தாயார் இல்லாவிட்டால். கடந்த ஒரு 3 மாதத்துக்கு முன்பாக என்னுடைய தாயார் இறந்து விட்டாங்க. இன்றைக்கும் நான் இவ்வளவு வயதானாலும் எனக்கு அம்மா வேண்டும் என்று நான் அதுவும் அதிகமாக எனக்குள்ளே அழுவேன். தாயார் இல்லை என்றால் இந்த உலகத்தில் சொத்து சுகம் இருந்தாலும் பணம் இருந்தாலும் ஒரு தாய் தகப்பனார் நம்முடன் இல்லை என்றால் ரொம்ப கஷ்டம்.
கர்த்தர் தாமே அவருடைய குடும்பத்தின் பிள்ளைகளும் கர்த்தர் ஆஸ்வதித்து அவர் வைத்து போன அந்த விசுவாசத்தை நம்பிக்கையும் பற்றி கொண்டு ஆண்டுடைய ராஜ்யத்துக்கு நீதிக்கு நேராக ஒரு குடும்பத்தின் பிள்ளைகளும் கர்த்தர் வழிநடத்துவாராக என்று சொல்லி இந்த வார்த்தையை நான் முடித்து கர்த்தருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாகட்டும். நமது பிரிய தாயார் தங்கம்மா அம்மா அவர்கள் கர்த்தருக்குள்ளே நித்திரை அடைந்த செய்தி என்று காலை கேட்ட பொழுது உள்ளத்திலே மிகவும் ஒரு பாரம் ஏற்பட்டது. அருமையான தாயார் கிறிஸ்துவுக்குள்ளே அவர்கள் ஒரு சிறந்த தேவ மனுஷி என்று சொல்லலாம். உண்மையாகவே அவர்களோடு கூட 2008ஆம் ஆண்டு முதற்கொண்டு அவர்கள் வீட்டிலே அடிக்கடி நான் வருகின்ற ஒரு அனுபவம் இருந்தது. நம்முடைய சர்ச் ஆஃப் காட் ஸ்தாபனத்திலே ஒரு பிரச்சனை ஏற்பட்டது. தலைமைத்துவத்தில் ஒரு மாற்றம் வந்த பொழுது ரெவரண்ட் கேசி ஜான் ஐயா அவர்கள் அவங்க வீட்டில் தான் தங்கியிருந்தார். அவங்க வீடு தான் ஒரு அலுவலகமாக எங்களுக்கு செயல்பட்டது. அப்பொழுது அம்மாவுடைய அவர்கள் பைபிள் காலேஜ் படித்த அனுபவங்கள், ஊழியத்தின் பாதையிலே அவர்கள் செயல்பட்ட அனுபவங்களை எல்லாம் சாட்சியாக என்னிடத்தில் அறிவிக்கும் போது மிகவும் சந்தோஷமாக இருக்கும். வேத வசனத்தின் மேல் எவ்வளவு தாகம், வாஞ்சை, விருப்பம் உள்ளவர்கள் என்பதை நான் நன்றாக அறிந்து கொண்டேன். ஒவ்வொரு ஊழியர்களும் எப்படி பிரசங்கிப்பார்கள், அவர்களுடைய பிரசங்கத்தின் சாராம்சம், தேவ சபையில வந்த ஊழியர்கள் இவங்க எப்படி பேசுவாங்க, இவங்க எப்படி ஊழியம் செய்வாங்க அப்படிங்கிறத அழகா சொல்லுவாங்க. அந்த பிரசங்கத்தை ரசித்து ருசித்து கேட்கின்ற அந்த நல்ல அனுபவம் அவர்களுக்கு உண்டு. அந்த அனுபவம் இன்றைக்கு அவர்களுடைய பிள்ளைகளுக்கும் கர்த்தர் கொடுத்திருக்கிறார். எல்லாரும் வேதத்தை நேசிக்க, ஆண்டவருடைய சபையிலே ஊழியங்களை செய்ய இன்றைக்கு அவர்களை ஒரு நல்ல அருமையாக வளர்த்து விட்டிருக்கிறார்கள் என்று சொன்னால் அவர்களுக்கு தேவன் கொடுத்த பெரிய கிருபை. ஒரு பெண் ஒரு வீட்டுக்கு ரொம்ப முக்கியமானவர்கள். அவர்கள் பிள்ளைகளை அருமையாக வளர்த்து கர்த்தருக்கு ஏற்ற சிற்றையிலே போதித்து தேவனுடைய சபையிலே உதவியாக இருக்கும்படியாக அவர்கள் அதிகமாக பிரயாசப்பட்டவர்கள். அந்த நாட்களில் அவங்க வீட்டை நாங்கள் ஒரு அலுவலகமாக வைத்து செயல்பட்ட போது நம்முடைய ராஜு பிரதர் மற்றும் அலெக்ஸ் பிரதர் அவருடைய கார்கள் எல்லாம் கொண்டு வந்து தேவ சபைக்கு எங்கெல்லாம் போகணுமோ அங்கெல்லாம் எங்களை ஏற்றி கொண்டு போகிறது வர்றது அதிகமாக உழைத்தார்கள், அதிகமாக பாடுபட்டார்கள். அது மட்டுமல்ல, சர்ச் ஆஃப் காட் ஸ்தாபனத்திற்கு சபைக்கு இவர்கள் ஒரு மிகப்பெரிய சொத்து. கடந்த 2 வாரத்துக்கு முன்னாடி பிரசவாக்கத்தில் ஒரு சகோதரோடு நான் பேசின பொழுது அன்றைக்கு ராஜு அலெக்ஸ்லாம் இருந்த டீம் வந்து பயங்கரமான ஒரு டீம் ஐயா, நல்லா இருக்கும், எவ்வளோ உற்சாகமாக நாங்கள் செயல்படுவோம் தெரியுமா. இப்போ அந்த டீம்லாம் இல்லைன்னு சொல்லி எங்களுக்கு ரொம்ப கஷ்டமாக இருக்குன்னு சொல்லி அந்த ஃபீலிங்கை ஒரு பிரதர் என்னோடு கூட தெரிவித்து கொண்டார். அந்த அளவு தேவ சபைக்காக உயிரை கொடுத்தவர்கள், தியாகம் பண்ணினவர்கள், அந்த அளவு முழு குடும்பமும் செயல்பட்டவர்கள். அதே போல் அருமையான தாயார் கூட சோதர ஊழியர்களை நேசிக்கிறவர்கள், ஊழியர்களை கனப்படுத்துகிறவர்கள். அடிக்கடி அவர்களுடைய வீட்டிலே நான் சாப்பிட்டு இருக்கிறேன். அவர்கள் அடிக்கடி நல்ல தேநீர்களை எல்லாம் கொடுத்து எங்களை உற்சாகப்படுத்துகிற ஒரு நல்ல தாய். அவர்களுடைய பேருக்கு ஏற்றார் போலவே அவர்கள் தங்கம்மா என்று சொன்னால் மிகையாது. பேச்சிலே, செயலிலே, வசனத்தை சொல்லுவதிலே, கற்றுக்கொள்வதிலே எல்லாவற்றிலும் அவர்கள் தங்கம்தான், பத்திரமாத்து தங்கம்தான். அந்த அளவுக்கு கிறிஸ்துவுக்குள்ளே அவர்கள் வளர்ந்து தேவனுடைய சாட்சியை நிறைவேற்றி இன்றைக்கு முடித்திருக்கிறார்கள். வெளிப்படுத்தல் 11:7 சொல்லுகிறது, அவர்கள் தங்கள் சாட்சியை சொல்லி முடித்திருக்கும் போது பாதாளத்திலிருந்து ஏறி வந்த மிருகம் அவர்களை கொன்று போட்டது என்று அந்த 2 சாட்சியை பற்றி சொல்லியிருக்கிறது. சொல்லி கொண்டிருக்கும் போது அல்ல, சொல்லி முடித்திருக்கும் போது. அல்லேலூயா. அப்ப அம்மா அந்த உலகத்துல என்னெல்லாம் செய்ய வேண்டுமோ அந்த வேலைகளை எல்லாம் செய்து முடித்த பிறகு அவர்கள் தங்கள் வாழ்க்கையில் என்னென்ன திட்டங்களை எல்லாம் பெற்று அனுபவிக்க வேண்டுமோ, தரிசனங்கள் எல்லாம் நிறைவேற்ற வேண்டுமோ அதை எல்லாவற்றையும் அவர்கள் நிறைவேற்றி விட்டார்கள். நீ உன் பிள்ளைகளையும் இஸ்ரவேலுக்கு உண்டாக சமாதானத்தையும் காண்பாய் என்று திருமண நாளிலே அறிக்கை செய்கின்ற அந்த வசனத்தின்படி அவர்கள் எல்லா சமாதானத்தையும் அடைந்தவர்களாய், உண்மையாகவே 88 வயது ஒரு நல்ல அருமையான தீர்க்க ஆயுசு. நாம் சிமியோனை பார்க்கிறோம், பழுத்த பழமாகி விட்டான், மரணமே அவனுக்கு வரவில்லை. என்னவென்றால் கிறிஸ்துவை காணும் முன்னே நீ மரிப்பதில்லை என்று ஒரு திட்டம் அவனுக்கு சொல்லப்பட்டது. அதே போல தாயாருக்கு எதையெல்லாம் காண வேண்டும் என்று தேவன் திட்டமிட்டிருந்தாரோ சொல்லியிருந்தாரோ அனைத்தையும் அவர்கள் கண்டு அந்த தரிசனங்களை எல்லாம் நிறைவேற்றி அடைந்து
இன்றைக்கு கர்த்தருக்குள்ளே நித்திரை அடைந்திருக்கிறார்கள். எபிரேயர் 11ஆம் அதிகாரம் கடைசி வசனம் சொல்லுது, அவர்கள் நம்மை அல்லாமல் பூரணராகாதபடிக்கு விசேஷித்த நன்மையானதொன்றை தேவன் தமக்கென்று முன்னதாக நியமித்திருந்தார். அருமையான தாயாருக்கு நியமிக்கப்பட்ட ஆசீர்வாதங்கள், அதற்கு முன்னே வாழ்ந்த ஆபேல் முதற்கொண்டு அங்கே அநேக தீர்க்கதரிசிகள், ராஜாக்கள், அவர்களெல்லாம் பூரணராக முடியாது. இன்றைக்கு தாயார் அவர்கள் ஓடின ஓட்டத்தின் அடிப்படையிலே நாமும் ஓடி முடிக்க வேண்டிய ஓட்டத்தின் அடிப்படையில் தான் நமக்கு முன்னாக ஓடினவர்கள் எல்லாரும் ஒரு பூரணத்தை பெற்றுக்கொள்ள வேண்டும். ஏனென்று சொன்னால் கிறிஸ்தவ வாழ்க்கை என்பது ஒரு தொடர் ஓட்டம். அவர்கள் ஓடிக்கொண்டிருக்கிறார்கள். ஆனால் நமக்குத்தான் ஒரு விசேஷித்த நன்மையை வைத்திருக்கிறார். தாயாருக்கு வைத்திருந்தார். அந்த நன்மை ஆபிரகாமுக்கு இல்லாத அல்லது மற்ற தீர்க்கதரிசிகளுக்கு இல்லாத ஒரு ஆசீர்வாதத்தை கர்த்தர் கொடுத்திருந்தார். அது என்னவென்றால், கல்வாரி சிலுவையிலே இயேசு கிறிஸ்து சம்பாதித்த ரட்சிப்பு. இயேசுதான் விசேஷித்த நன்மை. இந்த இயேசுவை பழைய ஏற்பாட்டில் உள்ள எல்லாருமே அறிக்கை பண்ணினார்கள். வேதம் சொல்லுகிறது, அவர்கள் தூரத்திலே வாக்குத்தத்தத்தை கண்டு அணைத்து கொண்டார்கள், பக்கத்தில் அல்ல. பிலேயாம் சொல்லுவான், அவரை காண்பேன் இப்பொழுது அல்ல, அவரை தரிசிப்பேன் சமீபமாய் அல்ல, ஒரு நட்சத்திரம் யாக்கோபிலே உதிக்கும் என்று சொன்னான். அவர்கள் எல்லாம் தூரத்திலே இனி சம்பவிக்க போகிற சம்பவத்தை அவர்கள் தரிசனத்திலே பார்த்து அறிக்கையிட்டு மரித்தார்கள். ஆனால் இன்றைக்கு நமக்கு புதிய ஏற்பாட்டிலே நல்ல கிருபையை கொடுத்திருக்கிறார். அருமையான சோதரர் யோவான் சொல்வார் 1ஆம் அதிகாரத்திலே, நாங்கள் அந்த வார்த்தையை தொட்டதும் கண்டதும் பார்த்ததுமான ஜீவ வார்த்தையை குறித்து நாங்கள் சாட்சி கொடுக்கிறோம். அவன் பாருங்க, தொட, அதை பார்க்க அனுபவிக்கிற ஒரு ஆசீர்வாதம் புதிய ஏற்பாட்டில் உள்ள பரிசுத்தவான்களுக்கு தான் கிடைத்திருக்கிறது. அந்த சிலுவை ரட்சிப்பை, கிறிஸ்துவின் ஆசீர்வாதத்தை, நன்மையை அருமையான தாயார் அவர்கள் பெற்று இன்றைக்கு கர்த்தருக்குள்ளே ஒரு மகிமையான ஓட்டத்தை ஓடி அவர்கள் முடித்திருக்கிறார்கள். அப்படியானால் நம்மை அல்லாமல் கிறிஸ்துவை பெற்றுக்கொண்ட, கிறிஸ்துவின் ரட்சிப்பை பெற்று கிறிஸ்துவுக்காய் வாழ்ந்து ஓட்டத்தை முடித்தவர்களை அல்லாமல் நமக்கு பின்னால் உள்ளவர்கள் பூரணராக முடியாது. எனவே இவர்கள் பூரணமாக ஒரு வாழ்க்கையை வாழ்ந்து நல்ல அருமையான ஓட்டத்தை ஓடி முடித்திருக்கிறபடியினால் பின்னாலே வருகிறவர்களும் அவர்களும் பரிசை நம்மோடு சேர்ந்துதான் பெற்றுக்கொள்ள போகிறார்கள். எனவே அருமையான தாயாருடைய மரணம் ஆண்டவருடைய பார்வையிலே அருமையானதா இருக்கிறது. அது மட்டுமல்ல, தாயார் நிமித்தம் நாம் துக்கப்படாமல் தைரியமாய் இருக்க வேண்டும். ஏனென்றால் மோசே இறந்த போது அன்றைக்கு பாருங்கள், 120 வயது. அவனுக்கு இன்னும் ஒரு 100 வயது கூட வாழலாம். ஏனென்று சொன்னால் கண் மங்கள் அடையவில்லை, பலன் குன்றி போகவில்லை. அந்த 120 வயதில் கூட அவன் ஒரு ஊசியிலே ஒரு நூலை கோர்த்து துணியை தைக்கக்கூடிய அளவுக்கு வெளிச்சம் பிரகாசமா இருந்தது. பலன் இன்னும் அதிகமா இருந்துச்சு. ஆனாலும் ஆண்டவருடைய நேரம் வந்த பொழுது அவனை தம்முடைய ராஜ்யத்துக்குள்ள கொண்டு போனார். அதே போல தாயாருக்கும் சரியான நேரத்தை கர்த்தர் குறித்திருந்தபடினால் அவருடைய ராஜ்யத்திலே சேர்த்து கொண்டார். மோசே மரித்த போது இஸ்ரவேலர்கள், யோசுவா முதற்கொண்டு எல்லாரும் சோர்ந்து போய் இருந்த போது கர்த்தர் சொன்ன ஒரு வாக்குத்தத்தம், என் தாசனாகிய மோசே மரித்து போனான், நீயும் இந்த ஜனங்களும் எழுந்து நான் கொடுக்கும் தேசத்துக்கு போங்க, நான் கொடுக்கும் ஆசீர்வாதத்தை சுதந்திரியுங்க, நான் உங்களோடு கூட இருப்பேன் என்று சொன்னார். நான் மோசையோடு இருந்தது போல உன்னோடும் இருப்பேன். நீ உயிரோடு இருக்கும் நாள் வரைக்கும் ஒருவனும் உன்னை எதிர்த்து நிற்பதில்லை. நீ பலங்கொண்டு திடமனதாயிரு என்று அவனை தேற்றினார். வேத வசனத்தை உன் வாயிலிருந்து பிரியாதிருக்கட்டும், தைரியமாயிரு என்று சொல்லி உற்சாகப்படுத்தின தேவன், அதே ஆண்டவர் இன்றைக்கும் அருமையான பிள்ளைகள், மருமக்கள்மார் எல்லாரையும், பேரப்பிள்ளைகள் எல்லாரையும் ஆண்டவர் தேற்றுகிறார். பலங்கொண்டு திடமனதாயிருங்கள், தைரியமாயிருங்கள், கர்த்தர் நிச்சயமாகவே உங்களோடு இருந்து உங்களை ஆறுதல் படுத்துவார். யோவான் 14:1 சொல்லுகிறது, உங்கள் இருதயம் கலங்காதிருப்பதாக, தேவனிடத்தில் விசுவாசமாயிருங்கள், என்னிடத்தில் விசுவாசமாயிருங்கள் என்று தைரியப்படுத்தினார். இயேசு மரிப்பதற்கு முன்னதாகவே 12 சீசர்களுக்கும் ஒரு ஆறுதல் ஜெப கூட்டத்தை நடத்தியதுதான் அந்த 14ஆம் அதிகாரத்தின் சாராம்சம். நான் இல்லை என்று கவலைப்படாதிருங்கள், உங்களுக்காக ஒரு ஸ்தலத்தை ஆயத்தம் பண்ண போகிறேன். நான் இல்லை என்பதற்காக நீங்கள் சோர்ந்து போகாதிருங்கள், நான் செய்த கிரியையை நீங்களும் செய்வீர்கள். அல்லேலூயா. என் நாமத்தினாலே எதை கேட்டால் அதை செய்வேன், நான் உங்களை திக்கற்றவர்களாய் விடேன், மறுபடியும் வருவேன் என்று சொன்னார். நமக்கு ஒரு ஆறுதல், தைரியம் இருக்கும் என்றால், அம்மா செய்த ஊழியத்தை பிள்ளைகளும் அதிகமாய் செய்ய, அம்மா தேவனுடைய ராஜ்யத்துக்குள்ள, இறையரசுக்குள்ளே அந்த தேவன் கட்டி உண்டாக்கின அஸ்திபாரம் உள்ள
நகரத்துக்குள்ளே சென்றிருக்கிறார்கள். அந்த நகரத்துக்குள்ளே நாமும் ஒரு நாள் சந்தோஷமாய் பிரவேசிப்பதற்கு அவர்கள் காட்டிய முன்வைத்த நல்ல உதாரணங்களை, நல்ல ஊழிய அனுபவங்களை நம்முடைய வாழ்க்கையில எடுத்துக்கொண்டு நிச்சயமாய் செயல்படுவோம். உண்மையாகவே பிள்ளைகள், பெண் பிள்ளைகள் குடும்பத்தையும், மகன்கள் குடும்பத்தையும், பேரம்பேத்திமார் குடும்பத்தையும் கர்த்தர் ஆறுதல் படுத்தி தேற்றி ஆசீர்வதிக்க ஜெபிக்கிறேன். கர்த்தர் தாமே ஆசீர்வதிப்பாராக. ஒரு நிமிடம் தலை தாழ்த்தி ஜெபிக்கலாம். பரலோக பிதாவே, குமாரன் இயேசு கிறிஸ்துவின் நாமத்தில் வருகிறோம். அருமையான தங்கம்மா அவர்களுக்காக ஜெபிக்கிறோம். இந்த உலகத்தில் அவர்களை நீர் கொண்டு வந்தீர். ஒரு நல்ல அருமையான பெற்றோருக்கு பிறந்தார்கள், கல்வி கற்றார்கள், குடும்பமானார்கள், அருமையான பிள்ளைகளை பெற்றெடுத்து அற்புதமாய் கிறிஸ்துவுக்குள் வளர்த்தார்கள். அவர்களுடைய அனுபவங்கள் ஆசீர்வதிக்கப்பட்டது. விசேஷமாக தாயார் இருந்த இடம் காலியாக இருந்தாலும் ஆண்டவரே, அவர்கள் முற்பிதாக்கள் ஆராதிக்க சென்ற ஸ்தலத்துக்கு சென்றிருக்கிறார்கள் என்ற நம்பிக்கையோடு நாங்கள் இருக்க கிருபைகளை தருவீராக. ஆண்டவரே, அருமையான பிள்ளைகளுக்கு வேண்டிய ஆறுதல், சமாதானம், ஆண்டவரே பலன், இவைகளெல்லாம் கொடுத்து உடைய பிள்ளைகளை நீர் தேற்றி ஆற்றி நடத்துவீராக. இவர்கள் தொடர்ந்து கர்த்தாவை தைரியத்தோடு ஆவிக்குரிய ஜீவியத்திலும் கிறிஸ்துவுக்குள்ளும் தாயார் வைத்து போன நல்ல மாதிரிகளை ஆண்டவரே முன்மாதிரியாய் எடுத்துக்கொண்டு அவர்கள் செயல்பட்ட ஆவிக்குரிய அனுபவங்களை விட அதிகமாய் ஒவ்வொரு பிள்ளைகளும் அதிகமாய் கர்த்தருக்காய் செயல்படுவதுதான் ஆறுதல், மேன்மை. அந்த அனுபவங்களை தந்து நடத்தும், காத்துக்கொள்ளும். இயேசுவின் நாமத்தில் பிதாவே, ആമേൻ. സമയം മുൻപോട്ട് അതിക്രമിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് ദേവദാസന്മാരുടെ അനുശോചന വാക്കുകൾ ഇവിടെ അറിയിക്കുന്നു. ഈ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന അനിൽ KT അവർ വിളിക്കുകയും ഭവനത്തോടുള്ള ബന്ധത്തിൽ അനുശോചന വാക്കുകൾ അറിയിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ കേരളത്തിൽ നിന്നും റാന്നിയിൽ നിന്നും എബ്രഹാം ഫിലിപ്പ് അവർ വിളിക്കുകയും ഉപവാസത്തിലേക്ക് വന്നപ്പോൾ വന്നമ്മച്ചി വേണ്ടി പ്രാർത്ഥിച്ചതാണ്. പ്രത്യേക അനുശോചന വാക്കുകൾ, പ്രാർത്ഥന വാക്കുകൾ അറിയിക്കണമെന്ന് എന്നെ അറിയിച്ചു. അത് ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ഈ സഭയുടെ മുൻ ശുശ്രൂഷനായിരുന്ന പക്ഷേ സണ്ണി വർഗീസ് അവറുകൾ അദ്ദേഹത്തിന് വേണ്ടി തന്റെ മകൻ ജസ്റ്റിൻ ഒരു നിമിഷം. ദൈവത്തിന് സ്തോത്രം. ഇതിന് സ്തോത്രം. രാവിലെ പാസ്റ്ററുകളാണ് എന്നെ അമ്മച്ചിയുടെ മരണ വിവരം അറിയിച്ചത്. കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. എന്നാൽ നമുക്കെല്ലാം ഒരു പ്രത്യാശ ഉണ്ടല്ലോ. നമുക്ക് നിത്യതയിൽ വീണ്ടും അമ്മച്ചിയെ കാണാമെന്നുള്ള ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയാണ് നമ്മളെ വഴി നടത്തുന്നത്. ഇവിടെ അമ്മച്ചിയുടെ മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ അമ്മച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ട്രാൻസ്ഫറായി ഇവിടെ വന്ന ശേഷം അവരുടെ വീട്ടിൽ പോയി. ഫസ്റ്റ് ഷാജിങ്ങളുടെ വീട്ടിലായിരുന്നു അമ്മച്ചി ഉണ്ടായിരുന്നത്. അമ്മച്ചിയുടെ ആ സ്നേഹമാണ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയത്. ചെല്ലുമ്പോൾ തന്നെ കൈ വാങ്ങിച്ച് ഉമ്മ നൽകുമായിരുന്നു. അമ്മച്ചിയുടെ ആ സ്നേഹം വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതിനുശേഷം വിക്രങ്ങളുടെയും മിനിയാൻ്റെയും ഭവനത്തിൽ സൈമവും ഷൈനി ചേച്ചിയും അവരുടെ ആ സ്നേഹം, അവരുടെ ആ പരിചരണം എല്ലാം ഞങ്ങൾ കാണുവാനെല്ലാം കഴിഞ്ഞു. നമുക്ക് ഒരു പ്രത്യാശ ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ നൽപോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അമ്മച്ചിക്ക് ആ കിരീടം ലഭിച്ചു. ആ പ്രത്യാശയോടെ എൻ്റെയും പ്രത്യേക പാസ്റ്റർ സണ്ണി വർഗീസ്, ചെറുവാഴക്കുന്ന് ചർച്ച് ഓഫ് ഗോഡ്, സാലി സണ്ണി, ജെർമിയ, ജോയൽ അടിയൻ്റെയും അനുശോചനം അറിയിച്ചുകൊള്ളു. തുടർന്ന് സഭയുടെ കമ്മിറ്റിയെ പ്രതിനിധിച്ചുകൊണ്ട് സഭയുടെ സെക്രട്ടറി ഷിബു തോമസും കൂടെ കടന്നു വന്നവരുടെ വാക്കുകൾ അറിയിക്കും. സമയം വളരെ സ്പീഡിലാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. I'm very sad to be here to say some few words about Tangamatti. I call her auntie only. Everybody call her Amachi. I have, from my young age, I have seen her. ഞങ്ങളുടെ സഭ അയനവരത്തിൽ ഉള്ളപ്പോൾ ഞങ്ങൾ അവിടെ ഒത്തിരി VBS നടത്തിയിട്ടുണ്ട്. ആ സമയത്തിലെല്ലാം അവരുടെ വീട്ടിൽ പോകാനും ഞങ്ങൾ അവരുടെ 4 മക്കളോടും ചേർന്ന് ആ VBS പഠിക്കാനെല്ലാം ഞങ്ങൾക്ക് കൃപ നൽകി.
ഞാൻ ചില ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ആൻറ്റിയെ പറ്റി. വൺ തിങ് ഐ വോണ്ട് ടു ടെൽ ദറ്റ് ആൻറ്റി എന്നിട്ട് സാക്ഷി പറഞ്ഞ ഒരു പാട്ട് എപ്പോഴും പാടുന്ന പാട്ടാണ്. ഐ ലൈക്ക് ടു സിംഗ് ദറ്റ് ടു വൺ സ്റ്റാൻസ ആൻഡ് കോറസ് ഓൺലി. തൻ കിരുബൈ പെരിതല്ലോ എൻ ജീവനിലുമാതേ ഇമ്മറ്റും കാത്തതുവേ இன்னும் தேவை கிருபை தாருமே இன்னும் தேவை கிருபை தாருமே தாழ்மையுள்ளவரிடம் தங்கிடுதே கிருபை தாழ்மையுள்ளவரிடம் தங்கிடுதே கிருபை வாழ்நாளெல்லாம் அது போதுமே சுகமுடன் தன் பலமுடன் சேவ செய்ய கிருபை தாருமே சேவ செய்ய கிருபை தாருமே. ஸ்டான்ஸில் തന്നെ தாழ்மையோடு இருப்போம் என்று எப்பொழுதும் அவர்கள் சொல்லுவார்கள். Then one more relation is there between me and auntie is that auntie മൂന്നാമത്തെ മോന് is not with us now. His birthday and my birthday is on the same day. So she used to call me, if she remembers that son, she used to call me early morning itself and wish me. That is April 26th. That I won't forget in my life. I really remember she used to pray for me in that through phone. In the last 2 years she cannot take the phone and call me. Auntie എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിൽ പോയി കാണുമായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയി കണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം ആൻറ്റി എന്ന് പറഞ്ഞപ്പോൾ നീ എന്തോ പ്രാർത്ഥിക്കും എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഐ ഡിഡ്ന്റ് സ്പീക്ക് അറ്റ് ഓൾ. ദീർഘ ആയുസ് എനിക്ക് തരക്കൂടാതെ എന്ന് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ മിണ്ടാതെ ഇരുന്നു. I just pray for her and came off. I think she's got a baby chan പറഞ്ഞപ്പോൾ my daddy used to tell wherever he goes to the funeral service, she's got a promotion now. We will also get a promotion one day. We're going to see her there. So I'm not taking much of time now. She's really a prayer warrior because my mother was a prayer warrior. That I'm missing my mother. Like that, free will be a prayer all year afterwards. So I'll pray for you and you pray for me. God bless you all. Thank you. സമയത്തിന്റെ പരിമിതിയാൽ മറ്റ് അനുശോചന വാക്കുകൾ അറിയിക്കുന്ന സമയം ഇവിടെ അവസാനിച്ചു. നമുക്ക് അധികം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുകയില്ല. തുറന്നുള്ള ചില നിമിഷങ്ങൾ ഫാമിലി മെമ്പേഴ്സിന് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷേ സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ട് നിങ്ങളെ ആരെയും വിലക്കുന്നില്ല. ഞാൻ ആരുടെയും പേരെടുത്തു പറയുന്നില്ല. അമ്മച്ചിക്ക് ദൈവം കൊടുത്ത ഇപ്പോഴുള്ള 3 ആൺമക്കളും ഇവിടെയുണ്ട്. അവരുടെ ഫാമിലി ഇവിടെയുണ്ട്. അവർക്ക് സമയം ഞാൻ നൽകുന്നു. അവർ അത് തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഓർപ്പിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം പറയാതിരിക്കുവാൻ കഴിയുകയില്ല. ആൺമക്കൾ വളരെ 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 ആത്മാർത്ഥമായി മാതാവിനെ ശുശ്രൂഷിച്ചു. ഒരു ലേഡീസ് ചെയ്യേണ്ട കാര്യം പോലും ആൺമക്കൾ ചെയ്ത് മാതാവിനെ ശുശ്രൂഷിച്ചു. അത് പറയേണ്ട കാര്യം തന്നെയാണ്. അതിനപ്പുറത്തൊരു വാക്കുകൂടെ. ഷായി ജന സംബന്ധിച്ചോളം തന്റെ ഭവനത്തിലായിരുന്നപ്പോൾ ഒത്തിരി മാതാവിന് വേണ്ടി താനെ അധ്വാനിച്ചു. രായിച്ചാൻ തന്നെ ലാഭോളം അധ്വാനിച്ചു. ഈ അവസാന 1 വർഷമായി പിക്ഷപ്പന്റെ ഭവനത്തിലായിരുന്നു. ഞങ്ങൾ വന്ന് കണ്ട ഒരു കാര്യം, ഒരു മരുമകളായിട്ടല്ല, സ്വന്തം മകളായിട്ട് മിനി മാതാവിനെ ശുശ്രൂഷ ചെയ്ത് കാണുവാനിടയായിട്ടുണ്ട്. പല ഭവനങ്ങൾ ഞങ്ങൾ പോയിട്ടുണ്ട്. പല മാതാപിതാക്കളെ കണ്ണുനീർ ഞങ്ങൾ കണ്ടിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിനോട് അമ്മച്ചി 2 കാര്യം പറഞ്ഞു. 1, എനിക്ക് ആരാധിക്ക് പോകാൻ പറ്റുന്നില്ല. 2, ഇനി ഒത്തിരി കഷ്ടപ്പെടുന്നെന്ന്. ഈ 2 പരാതിയാ പ്രിയ മാതാവ് പറഞ്ഞത്. എല്ലാ നിലയിലും ശുശ്രൂഷകർ ഇടയായി. അതുകൊണ്ട് ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്ക് അതിനുള്ള സമയം നൽകുകയാണ്. ഈ പ്രിയ മാതാവ് കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവർ പറഞ്ഞൊരു ഒരു വാക്കുണ്ട്. പ്രിയ ചാക്കോച്ചായൻ, തമ്പാച്ചാന്റെ പിതാവ് അമ്മച്ചിയോട് വന്നു പറഞ്ഞെന്ന്, നീ ചെന്ന് തമ്പാനോട് പറയണം അടുത്ത ആഴ്ച അവൻ സഭയിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയണമെന്ന്. അത് ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. തന്റെ അവസാന സമയങ്ങളിൽ ചില വെളിപ്പാടുകൾ തനിക്ക് ദൈവം നൽകുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യാശകരമായ ഒരു ജീവിതം കാഴ്ചവെക്കാനിടയായി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ അവസാന സമയം ഭവനത്തിലെ പ്രമുഖ സമയം നൽകുന്നു. പെട്ടെന്ന് 1-2 വാക്കുകൾ പറയുവാൻ പ്രായംബത്തിസ്റ്റ് മിനി, അതിനുശേഷം ആൺമക്കൾ നിങ്ങൾ ഏത് നിലയിലാണോ നിങ്ങൾക്ക് അതിനുള്ള അവസരം നൽകുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank and praise Lord. There is no words for me to say about Machi, because she is not my mother-in-law, she is my mother. Actually, ഞങ്ങളുടെ വീട്ടിൽ ഞാൻ 21 years ഇരുന്നുള്ളൂ. പക്ഷെ അമ്മയുടെ കൂടെ ഞാൻ 25 years കൂടുതൽ ഞാൻ അമ്മയുടെ കൂടെ തന്നെ നിന്നു. എപ്പോഴും എന്നോട് പറയും, മിനി നീ എവിടെ ഉണ്ടോ അവിടെ ഞങ്ങൾ കാണുമെന്ന് പറയും. So she, more than her sons, she loved me a lot, I think so. എല്ലാരോടും സ്നേഹമാണ്, ബട്ട് ഐ നോട്ട് നോ. ഞങ്ങളുടെ അമ്മയെക്കാട്ടി എന്നോട് സ്നേഹമായിരുന്നു ഞങ്ങളുടെ ഈ അമ്മയ്ക്ക്. നിറയെ പറയാൻ വയ്യ, എല്ലാമായിരുന്നു. God has given me a good mother and now God has taken. എന്നെ കൊണ്ട് വെക്കുന്നത് അമ്മയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് എന്തോ പറയണമെന്ന് അറിയുന്നില്ല. സൊലിസിറ്റിൽ വരുമ്പോൾ സ്ലം ആയിരുന്നു അത്. അന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനി അവിടെ. ഇന്ന് ആ ഏരിയ മുഴുവൻ ക്രിസ്ത്യൻസാണ്. അതിൽ അമ്മയുടെ ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട്. 6 മണി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഭൂതങ്ങൾ ഇളകുമ്പോൾ ഭൂതത്തെ പുറത്താക്കാൻ വീടുകളിൽ ആളുകൾ വന്ന് ക്യൂവാ പ്രാർത്ഥിച്ച് അതിനെ പുറത്താക്കും. പിന്നെ തൊട്ടടുത്തുള്ള സഭയിൽ പറഞ്ഞു വിടും. അങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയത്. ഇന്ന് അവിടെ എല്ലാവരും ക്രിസ്ത്യാനികളാണ്. അമ്മ കല്യാണം കഴിച്ചപ്പോൾ ഒരു പാസ്റ്റർ, ഒരു ശുശ്രൂഷയുള്ള ഒരാളെ ആഗ്രഹിച്ച്. അപ്പൊ TM പറഞ്ഞു, നീ എവിടെ പോകുന്നു അവിടെ നിനക്ക് ഒരു ശുശ്രൂഷ ഉണ്ട് എന്ന് പറഞ്ഞ ഈ കല്യാണം നടത്തിയെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. എന്നാലും ശുശ്രൂഷ താൻ ഉള്ളിടത്ത് ശുശ്രൂഷ നിറവേറ്റുവാൻ ദൈവം അവരെ സഹായിച്ചു. ഇനി ഒരു കാര്യം, എളിയവരോടുള്ള സ്നേഹം. ഞങ്ങൾ വലിയ പണക്കാരൊന്നുമില്ല ആ സമയത്ത്. എന്നാൽ ആ ഏരിയയിൽ ഞങ്ങൾ അമ്മയുടെ കയ്യിൽ കഴിക്കാത്ത ഒരുവരുമില്ല. ആര് വന്നാലും വിശപ്പെന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഏതെങ്കിലും പ്രശ്നം വന്നാൽ നന്നായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ ദുബായി പോയിട്ട് ജോലിയില്ലാതെ കിടന്നപ്പോൾ ഒത്തിരി അലഞ്ഞിട്ട്
എനിക്ക് സഹിക്കാൻ വയ്യ. അപ്പം ഞാൻ ഇങ്ങനെ എഴുതി. ഞാൻ ഒരു വീട്ടിലാണ് താമസിച്ചത് അവിടെ. അമ്മ ഞാനിങ്ങനെ അമ്മ தன் கையின் பிரயாசத்தை சாப்பிடுவாருன்னு சொன்னால் ഞാൻ വേറെ ആരുടെ വീട്ടിൽ സാപ്പിട്ടിട്ടിരിക്കുന്നു പറഞ്ഞു. അമ്മ പറഞ്ഞു, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു, ഇല്ല മോനെ, നിന്റെ കൈ കൊണ്ട് തന്നെ നീ കഴിക്കും, വല്ലവൻ്റെ കൈ നീ കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് മറുപടി കത്തെഴുതിയായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നന്നായിട്ട് പ്രാർത്ഥിക്കും, പറയണതിന് ഒത്തിരി ഉണ്ട്. പിന്നെ അമ്മയുടെ ഒരു പ്രത്യേക കഴിവെന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി. എപ്പോഴായാലും ശരി, നിങ്ങൾ ചോദിച്ചാൽ 50 വർഷത്തിന് മുന്നേ എന്ന് രക്ഷിക്കപ്പെട്ടു, ഏത് സെക്കൻഡ് രക്ഷിക്കപ്പെട്ടു, ആരുടെ കയ്യിൽ രക്ഷിക്കപ്പെട്ടു, എപ്പോൾ അഭിഷേകം പ്രാപിച്ചു, എപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കല്ലിട്ടു, എപ്പോൾ തറയിട്ടു, എപ്പോൾ ഓടിട്ടു, എപ്പോൾ ഓല വീട് മാറ്റി ഓടിട്ട്, പിന്നെ ഓടെടുത്തിട്ട് പിന്നെ എപ്പോഴായിട്ട്, ഇതിൻ്റെ ഡേറ്റ് എല്ലാം കൃത്യമായിട്ട്. അത് ഒന്നും എങ്ങനെ അറിയുന്നു? എൻ്റെ എനിക്ക് 2 പിള്ളേരുണ്ട്. അവരുടെ ബർത്ത്ഡേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മാറും, ഓർമ്മയില്ല. എന്നാൽ അമ്മയ്ക്ക് ഓർമ്മ, നല്ല ഓർമ്മയാണ്. പാസ്റ്റർ സാമ്രാജ്യത്തെ അതറിയാം. ഞാനത് പുള്ളി പഴയ ചർച്ചകോട്ടിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പാസ്റ്ററും സ്മിത്തും ഞങ്ങളുടെ വീട്ടിൽ വരും. വന്ന് അമ്മ പഴയ ചർച്ചകോടിൻ്റെ കാര്യങ്ങളെല്ലാം കേട്ട് അവർ പഠിച്ച് അവർ ഭയങ്കര സന്തോഷം. എപ്പോഴും വന്ന ഉടനെ പഴയ കാര്യങ്ങൾ ചോദിക്കും. ആരാ, എപ്പോഴാ. ചർച്ചകോട്ടിലെ ആ ബിൽഡിംഗ് പണിത ശേഷം ആദ്യത്തെ കല്യാണം അമ്മയുടെ ആയിരുന്നു അവിടെ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നാലും എന്തോ ഞങ്ങൾ മിസ് ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മക്കൾക്ക് മറ്റാർക്കെങ്കിലും അഞ്ചു ആൻറ്റിക്ക് സമയം. ഓക്കെ, ഇനിയും നമ്മുടെ വോട്ടോ താങ്ക്സ് വനശുചിക്ക് മുൻപായി വോട്ടോ താങ്ക്സും സമയം കൊടുക്കുകയാണ്. കാരണം സമയമായാൽ പിന്നെ എല്ലാം ഒരു ധൃതിയാണ്, പിന്നെ ഒന്നും പറയാൻ പറ്റുകയില്ല. റിയാസ് ഷിബു കുടുംബമായി വിവരം അറിഞ്ഞ് ഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ച് ഇവിടെ കടന്നു വന്നു. തൻ്റെ വല്യമ്മച്ചിയെ കാണുവാൻ വേണ്ടി ആഗ്രഹത്തോടെ കടന്നു വന്നു. ഇപ്പോൾ തന്നെ പ്രിയ പൈതൽ ഷൈനി വളരെ പ്രയാസത്തോടാണ് അബുദാബിയിലായിരിക്കുന്നത്. അവൾക്ക് സംബന്ധിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പെട്ടെന്ന് വരുവാൻ കഴിയാഞ്ഞത് കൊണ്ട്. ഒരു പക്ഷെങ്കിൽ ഈ ലൈവ് കുഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവളെ ദൈവം ധാരാളമായി ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. വോട്ടത്തായ സമയമാണ്. ഞാൻ ഷിബുവിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. Good evening, everyone. So for the benefit of my language ability, I'm going to do this in English. For those of you who do not understand my Malayalam, I want to make this better so that you understand it. Because if I start talking in Malayalam, this would be a very sad day. So I just want to make sure that I do this in English. So for those of you who do not know me, my name is Shibu Zachary Alexander. I'm the 3rd grandson of Amachi. My wife Merlin and I, we are in Delhi. We are there as missionaries and church planters right now. We heard this news this morning when my Achichan from UK had called me. It was such a shock because as soon as we heard the news, my brain froze. I didn't know what I was supposed to do next. Thank God for my wife. She was like, let's just go right now. So we are here today. I resonate with all the experiences that most of you have shared with Amachi. It is true that Amachi wakes up at 5 a.m. in the morning, even before the roaster crews. Even before the sun is up, Amachi is up. She's praying. The entire neighborhood wakes up because of Amachi's prayer. So that's the kind of a woman that she was. Here's another memory that I very fondly hold of, is that in every milestone of our life, be it our birthdays, be it the first day of our school, be it any milestone, like we've just finished our exams or we are probably going for our exams, the first thing we do is, as grandchildren, we always go to Amachi for prayer.
Even if we don't prepare, we just go to Amachi for prayer, knowing that God will hear Amachi's prayer and God will help us clear the exam. So that's the kind of crazy faith that Amachi had. The second memory that I have about Amachi is that Amachi made some amazing and killer chicken biryani. For every birthdays of us, the house was a celebration. So if there's anything that I would miss is that Amachi's prayer over all our life and also Amachi's chicken biryani recipe. I just want to quickly say that so that you all know the kind of a relationship that I hold with Amachi. Quickly just want to move to the word of thanks. So on behalf of our entire family who's here, Prince Achachan, Roshni Chechi, Jonu, Beulah, Jessie, Mummy and Shiny who couldn't make it today, and myself, we want to take this moment to thank each and one of you for being here today as we remember and celebrate the life of Amachi. Your presence, your prayers and your support, it means a lot to us right now while we are in this grieving season. On behalf of our entire family, I would also like to extend our thank yous to Pastor Pratap Singh from Trinity Church, our Tamil Nadu State Overseer Reverend Ebenezer Selvaraj, Pastor Sudhakar, our beloved local home church pastor Vinu Cherian, and other pastors and leaders and the church family for standing with us during this time. And for all those people who called us when Amachi was sick, you probably just called us or you dropped a WhatsApp message. We want to say thank you to all you people as well. Your prayers meant a lot during the time. And I believe that it is in times like these we truly feel the love and strength of the body of Christ. To all those who have shined kind words about Amachi's, your memories with Amachi, your encouragement, we want to say thank you. Yes, Amachi was a great woman of great faith. She had great strength, and there was something about Amachi's grace that was very contagious for all of us. She definitely touched the lives of many, especially people living in our neighborhood, like Veli Papa had just mentioned, through her steadfast trust in God. Though today our family is grieving and filled with grief, I personally rejoice knowing that Amachi is now in the arms of our Lord and Savior Jesus Christ, free from pain and at peace. We are comforted by the hope we have in Christ, and that we may see Amachi and Christ one day face to face. Finally, thank you once again to everyone for walking with us in this journey. May God bless you all and the love you shown towards our family. Thank you, Shivu. നമ്മുടെ കുടുംബങ്ങളുടെ അനുശോചന വാക്കുകളുടെ സമയം അവസാനിച്ചു. നമ്മെ പ്രാർത്ഥിച്ച് കടന്നു പോകേണ്ട സമയം അടുത്തു വരുന്നു. ദൈവസഭയുടെ തമിഴ്നാട് റീജിയന്റെ മുൻ ഓവർസിയറും ദൈവസഭ മുൻ ഓൾ ഇന്ത്യ ഗവേണിംഗ് ബോഡി ചെയർമാൻ, ഗവേണിംഗ് ബോഡി സെക്രട്ടറി എന്നീ നിലകളിലൊക്കെ സുദീർഘമായ സേവനമനുഷ്ഠിച്ച വെലസ്ലി സോളമൻ അവറുകൾ ഇന്ന് പകൽ നമ്മോടൊപ്പമുണ്ട്. നീണ്ടൊരു പ്രസംഗത്തിനായി കർത്താവിന്റെ ദാസൻ മുതിരുന്നില്ല എങ്കിലും അവസാന ചില വാക്കുകൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതാണ്. തുടർന്ന് കർത്താവിന്റെ ദാസൻ നൈനാം ഭാഷ 1-2 വാക്കുകൾ ആശ്വാസവാക്കുകളായി കുടുംബത്തെ അറിയിക്കും. എന്നാൽ സഭാ ശുശ്രൂഷ എന്ന നിലയിൽ ഒരു വാക്കു പറഞ്ഞ് ഞാൻ മൈക്ക് കൈമാറട്ടെ. ICF ഫാമിലിയിൽ ഞങ്ങൾക്കുണ്ടായതൊരു നഷ്ടമാണ്. ആ നഷ്ടം ഒരു സാധാരണ നഷ്ടമല്ല. വി ലോസ് എ പ്രയർ വാരിയർ, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു പോരാളിയെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ടത് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയാ. പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ അവശേഷിച്ചിരുന്നു. ഇന്ന് ആ തലമുറയും മാറി. കുടുംബങ്ങളോട് പറയാം, നിങ്ങളുടെ തുടർന്നുള്ള അടുത്ത ജനറേഷനിൽ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ കുടുംബത്തെ എഴുന്നേൽക്കണം. അത് ആൺമക്കളായാലും പെൺമക്കളായാലും മാതാവിന് പകരം നിൽക്കുന്ന, പിതാക്കന്മാർക്ക് പകരം നിൽക്കുന്ന ഒരു തലമുറ. ഈ കർത്താവിന്റെ ദാസിയെ പറ്റി ഞങ്ങൾ ഒരു കൊല്ലം കൊണ്ട് അനുഭവിച്ചറിഞ്ഞൊരു വാക്ക് പറയാം. എപ്പം ഞങ്ങൾ അവിടെ ചെന്നാലും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സജി എന്നൊരു വിളിയുണ്ട്.
ആ വിളിയുടെ അർത്ഥം മറ്റൊന്നുമല്ല, അത് സജിക്ക് അറിയാം അമ്മച്ചി എന്തിനാ വിളിച്ചതെന്ന്. മറ്റേ കർത്താവിന്റെ ദാസന്മാരെയും വെറും കൈയോടെ അമ്മച്ചി പ്രാർത്ഥിച്ചാൽ ഇറക്കി വിടത്തില്ല. ദൈവദാസന്മാരെ സ്നേഹിച്ചതിന്റെ, മാനിച്ചതിന്റെ നന്മയാണ് ഇന്ന് തലമുറകളിൽ ഈ അമ്മച്ചിക്ക് അനുഭവിക്കാൻ ഇടയായത്. 88 വർഷം ഈ ഭൂമിയിൽ പാർത്ത് ജനിച്ചു വളർന്ന കുടുംബത്തിനും വിവാഹം കഴിച്ചു വിട്ട കുടുംബത്തിനും താൻ ആരാധിച്ച സഭകൾക്കും ദേശത്തിനുമെല്ലാം മാതൃകയായ കാഴ്ചവെച്ച് മടങ്ങിപ്പോയ ഈ മാതാവിനെ വീണ്ടും നമുക്ക് കാണാമെന്ന് ഉറപ്പും പ്രത്യാശയുമുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. കർത്താവ് എല്ലാം അനുഗ്രഹിക്കട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ ICF സഭയിലെ എല്ലാ കുടുംബങ്ങളുടെയും എല്ലാ വ്യക്തികളുടെയും പ്രത്യേകമായ ആശ്വാസ വാക്കുകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. തുടർന്നുള്ള ചില നിമിഷങ്ങൾക്ക് 5 മണിക്ക് മുൻപ് നമുക്ക് അവിടെ ചെല്ലേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് നാം ധൃതിയിൽ മുൻപോട്ട് പോകുന്നത്. ഞാൻ ഭാഷ 1-2 വാക്ക് പറഞ്ഞ് കർത്താവിന്റെ ദാസൻ അവസാന ആ ശുശ്രൂഷ നിർവഹിക്കും. പ്രാർത്ഥന നമുക്കായിരിക്കാം. സമയം വിലപ്പെട്ടതാണല്ലോ. ആകെ ഞാനതുകൊണ്ട് എൻ്റെ സമയം ദാസന് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. വാസ്തവത്തിൽ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് പ്രിയ മാതാവിൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിലാണല്ലോ. ഞാനിവിടെ ചിന്തിക്കുകയായിരുന്നു, ഒരു വിലാപമോ ദുഃഖമോ കണ്ണുനീരോ നിലവിളിയോ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ കടന്നു വന്നിരിക്കുന്നവർക്കെല്ലാം ഒരു വലിയ സന്തോഷമാണ്. അതിൻ്റെ രഹസ്യം എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, കർത്താവിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കൾക്ക് ദുഃഖിക്കേണ്ടതായ കാര്യമില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു. 2ാം മരണത്തിന് അവരുടെ മേൽ അവകാശമില്ല. അപ്പോൾ ആകയാൽ ഈ പ്രത്യാശയുള്ളതായ ദൈവത്തിൻ്റെ മക്കൾ ആമേൻ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ആയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ പ്രിയ മാതാവ് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ വീണ്ടും ജനിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ച് പ്രത്യാശയോടെ ജീവിച്ച് പ്രാർത്ഥിച്ച് നല്ല കുടുംബത്തെ പരിപാലനം നൽകി അങ്ങനെ സാക്ഷ്യം സഭയിലായാലും ദേശത്തായാലും നല്ല സാക്ഷ്യത്തോടുകൂടെ ജീവിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതാവ് ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്, സന്തോഷമുണ്ട്. നാളെ ഇന്ന് പ്രിയ മാതാവാണെങ്കിൽ നാളെ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്യൂബിൽ നിൽക്കുകയാണ്. ഏത് സമയത്ത് ആണെന്നറിയത്തില്ല നമ്മുടെ ഉടമസ്ഥൻ നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കടന്നു പോകണം. ആകയാൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ പ്രത്യാശയോടെ കർത്താവിന് വേണ്ടി ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ ഇവിടെ നിർത്തുന്നു. വലിയവനായ ദൈവം സഹായിക്കട്ടെ. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. அருமையான தாயார், நான் எனக்கு சின்ன வயதிலிருந்து தான் சென்னைக்கு வரும்போது அருமையான தாயார் தங்கம்மா அம்மாவை எனக்கு நன்றாக தெரியும். பிரசவாக்கத்தில் அந்த விசுவாசியாக இருந்த போது கூட அவர்கள் விசுவாசியாக இருந்தார்கள். அதுபோல் என்ன திருமண காரியத்தில் அவர்கள் நல்ல கிஃப்ட் எல்லாம் கொடுத்து என்னை ஆதரித்தார்கள். அதற்கு பிறகு நான் ஊழியக்காரனாகி அது பெரிய ஊழியக்காரனாகி ஸ்டேட் ஓவர்சராகி அதற்கு ஒன்று கவர்னிங் பாடி செக்ரட்டரி ஆகி அதற்கு பிறகு ரிட்டையர்ட் ஆகின பிறகு இந்த அருமையான அம்மா அவர்கள் ஊழியத்திற்காக செய்த உதவிகளையும் செய்ததான நன்மைகளையும் மறக்கவே முடியாது. அவருடைய ஜெபம், அருமையான பாஸ்டர்கள் சொன்னார்கள், பாஸ்டர் எனக்கு கவர்னிங் பாடி செக்ரட்டரியா இருக்கும்போது நார்த் இந்தியாவில் இருக்கும்போது அவள் தான் என்ன காரில் பிக்கப் பண்ணி வருவார்கள். அந்த செக்ரட்டரியான காரியங்கள்லாம் செய்வார்கள். அப்பொழுது அவரை எனக்கு நன்றாக பரிச்சயம் உண்டு. இப்பொழுது ஒரு இடம் கூட பரிச்சயமாகும்படிக்கு தேவன் நல்கிய கிருபைக்காய் கர்த்தரை ஸ்தோத்தரிக்கிறேன். விசேஷமாக அருமையான அம்மா அவர்கள் ஜெபிக்கிற அருமையான தாயார். ஜெபிக்கிற என்றால் மற்றவர்களை போல வெளியரங்கமாக நின்று ஜெபிக்க, உள்ளத்திலிருந்தும் குடும்பத்திலிருந்தும் தெய்வ சமூகத்திலிருந்தும்
ஜெபிக்கிற தேவனுடைய பிள்ளைகள், ஜெபிக்கிற தேவ பிள்ளைகள் உலகத்தை விட்டு அகற்று, பிரசங்கிகள் அகற்றப்பட்டாலும் இன்னொரு ஊழியக்காரர் எடுக்கலாம். அந்த ஜெபிக்கிறவள் அகற்றப்பட்டால் அந்த இடத்தை நிரப்புகிறது யார்? இந்த தலைமுறையானது ஜெபத்துல வீக்கா இருக்கிறபடினால எப்படி அந்த தலைமுறைக்கு ஏற்றதான ஒரு ஜெபத்தை உண்டாக்க முடியும் என்பது கேள்விக்குறியா இருக்கிறது. ஆனால் ஆண்டவர் இயேசு இந்த இடத்துல பிள்ளைகளையும் சபையாரும் அநேகரை ஜெபிக்கிற, முன்னென்று ஜெபிக்கிற, தேசத்திற்காக ஜெபிக்கிற ஒரு குடும்பங்களை தேவன் ஏற்படுத்துவாராக. இரண்டாவது, இந்த அருமையான அம்மா அவர்கள் உபசரிக்கிற குணம் உள்ளவர்கள். யார் என்னவானாலும் அவளை உபசரித்து நடத்துகிறதான ஒரு தெய்வீக குணம் படைத்ததான அருமையான அம்மா. ஏனென்றால் அவள் வந்த ஒரு வேதத்தில் சொல்லப்பட்டிருக்கிறது, தேவ தூதல்ல கூட உபசரித்தாள் என்று. அப்போ நாம் யாரை உபசரித்தாலும் தேவ தூதலை உபசரிக்கிறதற்கு சமமாய் எண்ணப்படுகிறது. இப்பொழுது அவர்கள் வாழ்க்கையின் ஓட்டத்தை எல்லாம் ஓடி நான் பிரிய வைத்ததான இயேசுவோடு சேரும்படியாக இப்பொழுது கடந்து சென்றிருக்கிறார்கள். தூத சங்கமாகவே வரவேற்கும்படியாக, இது ஒரு தூத சங்கம், அவளை வரவேற்கும்படியாக நித்தியத்தில் அவளுக்காய் காத்திருக்கிறது. இளைப்பாறுகள் பிரவேசிக்கும்படியாக காலடிகளை எடுத்து வைத்திருக்கிறார்கள். ஆகவேதான் அசுத்த வேதாகம் இவ்விதமாய் சொல்லுகிறது. எபிரேயர் 10ஆம் அதிகாரம் 4ஆம் வசனத்தில் சொல்லப்பட்டதன்படியாக, 11ஆம் அதிகாரம் 4ஆம் சொல்லப்பட்டதன்படி அந்த இயேசு கிறிஸ்து பிதாவின் சித்தத்தை செய்து அவருடைய காரியங்களை முடித்தது போல இந்த அருமையான அம்மாவும் தன்னுடைய நியமிக்கப்பட்டதான எல்லா காரியங்களையும் முடித்து தேவ சமூகத்திலே சேர்ந்திருக்கிறார்கள். ஏனெனில் எபிரேயர் 4:10, ஏனெனில் அவருடைய இளைப்பாறுதல் பிரவேசித்தவன் தேவன் தம்முடைய கிரியைகளை முடித்து ஓய்ந்தது போல தானும் தன் கிரியைகளை முடித்து ஓய்ந்திருப்பான். அருமையான அம்மா அவர்களும் தன் கிரியைகளை, மாம்ச பிரகாரமான தன் கிரியைகளை முடித்து ஓய்ந்து இயேசு கிறிஸ்து எவ்விதமாக பிதாவிடத்திலிருந்து அதிகாரத்தை பெற்று உலகத்தை தனக்கு நியமிக்கப்பட்ட கிரியைகளை முடித்து கல்வாரி சிலுவையிலே ஜீவனை கொடுத்து மனுக்குலத்தின் பாவ விமோசனத்திற்காக இரத்தத்தை சிந்தி, அது மாத்திரமல்ல அவளுக்காக செய்ய வேண்டும், மனுக்குலத்துக்கு செய்ய வேண்டிய சகல காரியங்களை செய்துவிட்டு பிதாவுடைய கரத்துல தன் ஜீவனை கொடுத்தது போல அருமையான தாயாரும் தனக்கு நியமிக்கப்பட்டதான இந்த ஓட்டத்தை, விசுவாச ஓட்டத்தை நல்ல ஸ்திரதையோடு ஓடும்படியாக, விசுவாசத்தோடு ஓடும்படியாக, வருஷத்தோடு ஓடும்படியாக, விசுத்தியை திகச்சு கொண்டு தேவ சமூகத்துல அவள் நிற்கும்படியாக கடந்து போயிருக்கிறார்கள். ஆகவே இங்கு உலகத்தில் இருக்கிறவங்களுக்கு நஷ்டம், பரலோகத்துக்கு அது கெயினா இருக்கிறது. ஏனென்றால் இவ்வளவு நாளும் கஷ்டப்பட்ட, எப்படி இருந்தாலும் மனுஷருக்கு வியாதிகள், துன்பங்கள் வரும்போது கஷ்டங்கள் வருகிறது உண்மை. ஆனால் கஷ்டப்பட்ட அந்த அருமையான மகள் இப்பொழுது ஆண்டோட சமூகத்திலே இளைப்பாறும்படியாய் கடந்து போயிருக்கிறார்கள். சிறு நேரத்திலே இந்த சரீரத்தை நல்லடக்கம் செய்வார்கள், விதைப்பார்கள். விதைக்கும் போது 30, 60, 100 மேனியை கொடுக்கிறது போல அது கடைசி காலம் துணிக்கும் போது அது அழிவுள்ளதாய் விதைக்கப்படுகிறது, அழிவுள்ளாதாய் எழுந்திருக்கும். ஆகவே அருமையான இந்த சகோதரியுடைய உடலை, அருமையான அம்மாவுடைய உடலை சரீரத்தில் விதைக்கும் போது, காலம் துணிக்கும் போது 30, 60, 100 ஒரு பிரதிபலனை கொண்டு வரத்தக்கதாக கர்த்தர் அதுக்கேற்ற மேனிகளை கொடுப்பார். ஒரு கோழி, அதாவது முட்டையில இருக்கும் முட்டையாக நமக்கு தெரியும், அதுக்குள்ள இருக்கிற ஜீவன் நமக்கு தெரியாது. அதுபோல இவர்களுக்குள்ள இருக்கிற நித்திய ஜீவனை குறித்ததான மனுஷன் உயிரோடு தெரியாது, அது கண்ணால பார்க்க முடியாது. ஆனால் 21 நாட்கள் அந்த முட்டையில கோழி அடைகாத்த பின்னர் ஒரு கோழி குஞ்சு வருகிறது போல இவளுக்கு நியமிக்கப்பட்ட காலம் வரும்போது, தேவன் காலம் துணிக்கும் போது அது அழிவுள்ளது, அழியாமை சுதந்திரத்துக் கொள்ளும்படியாக பரலோகத்துக்கு காலத்தை நுணிக்கும் போது மறுரூபமாக்கப்பட்டு போவோம். ஆகவே அந்த மறுரூப நம்பிக்கைக்காய் கர்த்தரை ஸ்தோத்திரிப்போம். அல்லேலூயா, அல்லேலூயா, அல்லேலூயா. நான் நல்ல போராட்டத்தை போராடி ஓட்டத்தை முடித்து மகிழ்ச்சியோடு சந்தோஷத்தோடு பிள்ளைகள் எல்லாம் சந்தோஷப்பட வேண்டியதான். எங்கள் அம்மாவை இவ்வளவு காலம் பார்த்தோம், எங்கள் அம்மாவை இவ்வளவு காலம் நாங்கள் கவனித்தோம், இவ்வளவு காலம் வாழ்ந்தார்கள், எங்கள் குடும்பத்துக்கு ஆசீர்வாதமாக இருந்தார்கள், எங்களுக்கு உதவியா இருந்தார்கள். சபையாரும் எங்கள் குடும்பங்களை சபைக்கு ஒரு ஜெபிக்கிற தாயாராக,
ஜெபிக்கிற மகளாக உபசரிக்கிற மகளா இருந்தார்கள் என்று சந்தோஷப்பட வேண்டியது தவிர அவர்கள் வாழ்க்கையை முடித்து விட்டு நான் பிரியமற்ற இயேசுவிடத்துல போயிருக்கிறார்கள். அதற்காய் கர்த்தரை ஸ்தோத்தரிக்கிறோம். நாம் ஜெபிப்போம். மகத்துவம் நல்ல பிதாவே, நன்றியோடு ஸ்தோத்தரிக்கிறோம். ஆசீர்வதிக்கப்பட்டதான மாலை வேளையிலே அருமையான தங்கம்மா அம்மா வாழ்ந்ததான வாழ்க்கைக்காய் எமக்கு ஸ்தோத்திரம். இந்த உலகத்திலே தோன்ற பண்ணி 88 வருடங்கள் அண்ணன் கண்ணி போல பாதுகாத்தீரே. பலவிதமான பாடுகள் உபத்திரங்கள் வந்த போதும் நடக்க முடியாத பாதையிலையும் தூக்கி சுமந்தீரே, அரவணைத்துக் கொண்டீரே, உம்மை நேசிக்கும்படி கிருபை செய்தீரே. இப்பொழுது தான் பிரிய வைத்ததான இயேசுவே உம்மிடத்துல கடந்து வந்திருக்கிறாள் அப்பா. அவள் வாழ்ந்த வாழ்க்கைக்காக, ஜெபித்த ஜெபங்களுக்காக, கண்ணீர் விட்ட கண்ணீருக்காக நன்றியோடு ஸ்தோத்தரிக்கிறோம். மகிமையிலே நாங்களும் இவளை கண்டு உங்களோடு கூட மகிழ்ச்சி அடைவோம், சந்தோஷிப்போம் என்று நாங்கள் வாழ்த்துகிறோம் ஆண்டவரே. விசேஷமாக நடக்க போகிறதான ஃபியூனரல் சர்வீஸையும் பரிசுத்தவான்களுடைய ஆராதனை போல் நடக்கத்தக்கதாக கர்த்தர் ஆசீர்வதித்து தரும்படியாக ஜெபிக்கிறோம். கர்த்தருடைய மகிமையின் பிரசன்னம் கர்த்தாவே மோசே நடக்கத்தில் இருந்தது போல கர்த்தருடைய மகிமையின் பிரசன்னம் நாமையானோட அப்படியே நடக்கத்தில் இருக்கும்படியாக ஜெபிக்கிறோம். பிரசன்னம் தாங்கட்டும். சகல துதி கன மகிமை யாவும் உமக்கே செலுத்துகிறோம். இயேசு பிள்ளைகளுக்கு ஆறுதலையும் தேர்தலையும் கட்டளையிடும். தன் பாட்டியை தாயாரை இழந்திருக்கிறதான பிள்ளைகளுக்கு ஒரு ஆறுதலையும் தேர்தலையும் கட்டளையிடும். குடும்பத்து உட்பட்டவர்களுக்கும் தேர்தலை கட்டளையிடுவீராக. சபையாருக்கும் ஒரு ஆறுதலை கட்டளையிடும்படியாக செபிக்கிறோம். சகல துதி கன மகிமை யாவும் உமக்கே செலுத்துகிறோம். இயேசு மூலம் ஜெபங்களும் நல்ல பிதாவே, ஆமென். நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவின் கிருபையும் பிதாவாகிய தேவனுடைய அன்பும் பரிசுத்தாவின் ஐக்கியமும் சிநேகமும் நம் அனைவரோடும் சகல பரிசுத்தவான்களோடும் கூட இன்றைக்கும் என்றைக்கும் சதா காலையில் தங்கி இருப்பதாக. ஆமென். ஆத்துமாவே கர்த்தரை ஸ்தோத்திரி, என் முழு உளமையோட பரிசுத்த நாமத்தை ஸ்தோத்திரி. ஆத்துமாவே கர்த்தரை ஸ்தோத்திரி, கர்த்தர் செய்த சகல உபகாரங்களை மறவாதே. ആമേൻ. ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിട്ടും ഈ ഭവനത്തോട് സ്നേഹം ഉള്ള ബന്ധത്തിൽ കടന്നു വന്ന പരിശ്രമമുള്ള പ്രത്യേകമായി നന്ദി ഐസെഫ് സർവിനെ അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായസംഘ ഒരു പാട്ട് പാടുമ്പോൾ ആർക്കെങ്കിലും ഈ മൃതശരീരം കാണുവാൻ ഉണ്ടെങ്കിൽ ദയവായി കണ്ടിട്ട് പോകാം. വന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ല എങ്കിൽ ഉണ്ടെങ്കിൽ അത് കണ്ട് അതിനുശേഷം ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്കും അടുത്ത പ്രിയപ്പെട്ടവർക്കും വിശുദ്ധ ചുംബനത്തിനുള്ള അന്ത്യചുംബനത്തിനുള്ള സമയമാണ്. അത് അന്ത്യചുംബനം കൊടുക്കുമ്പോൾ നിറഞ്ഞ പ്രത്യാശയോടെ വേണം ശുശ്രൂഷ കടന്നു വരുന്നവർ കഴിയുന്നവർ കടന്നു വരിക. അവിടെ ശേഷം ആ മാനസിക ഭവനത്തിൽ ഭവനത്തിൽ കടന്നുപോയി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വേണം എല്ലാവരും വീട്ടിൽ പോകുവാൻ എന്നുള്ള കാര്യം ഓർപ്പിക്കും. ും
you.